മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തിരുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുജീബ് സാറാണ്. അതിലുപരി ഒരു സന്തോഷകരമായ കാര്യം, ഫറൂഖ് സെൻസായി എന്ന എല്ലാവരുടെയും ഗുരു എന്നറിയപ്പെടുന്ന സെൻസായി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു അതിഥിയായിട്ട് വന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള, അല്ലെങ്കിൽ നമുക്കൊരു വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. മുജീബ് സാർ അത് വിളിച്ചു പറയുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നി. അപ്പോ ഈ ഒരു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ അതിഥിയായി എത്തിയിട്ടുള്ള ഫറൂഖ് സെൻസായെ ഞാൻ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ക്ലാസ് എടുക്കുന്ന മുജീബ് സാറേയും ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ഓരോ ആളുകളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്ത് മൈക്ക് മുജീബ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു. Thank you, Saif. സർ Yeah. ഓക്കെ അല്ലേ? Okay. Screen sharing on. സ്ക്രീൻ ഷെയറിംഗ് ഓൺ ആണ്. ജസ്റ്റ് ഒന്ന് F5 അടിച്ച് ഫുൾ സ്ക്രീൻ ചെയ്താൽ മതി. ബാക്കി ഓക്കെ ആണ്. Do you want to grow in your life? Do you want to grow in your life? Am I audible? Yes, sir. Yes. Audible. Do you want to grow in your life? Please send me your opinion. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്? യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ കമന്റ് വരുന്നുണ്ട് സർ. ലോട്ട് ഓഫ് യെസ്, ഷുവർലി യെസ് എന്നുള്ളത് കണ്ടിന്യൂസ് ആയി കമന്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നാം പലതും പഠിക്കേണ്ടതുണ്ട്. പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിത വിജയം നമുക്ക് സാധ്യമാവുകയുള്ളൂ. സാധാരണയായി പഠനങ്ങൾ രണ്ട് വിധമാണ്. ഒന്ന് ആക്സിഡന്റൽ ലേണിംഗ് and the second one is intentional learning. What is accidental learning? Accidental learning എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായി എനിക്ക് 5 വയസ്സായ സന്ദർഭത്തിൽ ഉപ്പ എന്നെ UP സ്കൂളിൽ കൊണ്ട് ചേർത്തി, LP സ്കൂളിൽ കൊണ്ട് ചേർത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ UP സ്കൂളിലെത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹൈസ്കൂളിലെത്തി. എൻ്റെ ജീവിതം ഒരു യാത്രക്കാരനെ പോലെ തന്നെ, കൃത്യമായ ഒരു ധാരണ ഒന്നുമില്ലാതെ തന്നെ ഞാൻ അങ്ങനെ SSLCക്ക് എത്തി. SSLC എക്സാമിനേഷൻ നിന്നു. അതിനുശേഷം SSLC എക്സാമിനേഷൻ കഴിഞ്ഞു. മാർക്ക് ലിസ്റ്റ് വന്നു. പലരും എന്നോട് ചോദിച്ചു, എന്താണ്, വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്രോഗ്രാം? എനിക്ക് കൃത്യമായ ധാരണയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
എൻ്റെ ചില ഫ്രണ്ട്സുകൾ പറഞ്ഞു കോളേജിൽ പോയിട്ട് അപ്ലിക്കേഷൻ ഫോം വാങ്ങി നമുക്ക് ഫിലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സി, 1ാം ക്ലാസ് മുതൽക്ക് 10ാം ക്ലാസ് വരെ എൻ്റെ ജീവിതം ഒരു ഒഴുക്ക് പോലെയായിരുന്നു. കൃത്യമായ ധാരണയൊന്നുമില്ല. ഒന്നിൽ ചേർത്തിയത് കൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്ത് 10ാം ക്ലാസ്സിലെത്തി. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് അങ്ങനെയാണ്. രണ്ടാമതായത് intentional learning. What is intentional learning? Intentional learning is a learner has generally defined as learning that is motivated by intention and its goal is directed. In other words, to engage intentional learning, the learner has to invest some effort. That is the main point. The learner has to invest some effort in reflection and in controlling and maintaining learning strategies. അതായത് പഠിതാവ് എന്തെങ്കിലും കൃത്യമായ ധാരണയോടുകൂടി നമ്മുടെ സമയങ്ങളും മറ്റും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ. എനിക്ക് കൃത്യമായ ഒരു ധാരണ വേണം. അത്തരത്തിലുള്ള ഒരു പഠനത്തെയാണ് ഇന്റൻഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. Why do you want to practice intentional learning? എന്തിനാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു പഠനത്തിലേക്ക് പോകേണ്ടത്? നമുക്ക് സാധാരണ രീതിയിൽ പോയാൽ പോലെ പല വ്യക്തികളും അത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇന്റൻഷണൽ ലേണിംഗിലേക്ക് നാം എന്തിനു പോകുന്നു? കാരണം പേഴ്സണൽ ഗ്രോത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും പേഴ്സണൽ ഗ്രോത്തിലൂടെ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. Do you have a plan for your personal growth? Give me your answer, please. Do you have a plan? നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലെ വളർച്ചയ്ക്ക് ഉള്ള എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? Give me your answer, please. Yes or no? Yes, yes, no, yes, yes. Okay, thank you, thank you. വ്യക്തി ജീവിതത്തിൽ നമുക്ക് വളർച്ച ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നാം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതല്ല. അപ്പൊ അടുത്ത ചോദ്യം വരും, ഈസ് ദർ ഈസ് എനി ഹാർഡ് വർക്ക് ഗ്യാരണ്ടി സക്സസ്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഈസ് ദർ ഈസ് എനി ഹാർഡ് വർക്ക് ഗ്യാരണ്ടി സക്സസ്? ഏതെങ്കിലും കഠിനമായ പ്രയത്നങ്ങൾ നമുക്ക് വിജയങ്ങൾ സമ്മാനിക്കുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? യെസ് ഓർ നോ? നോ, യെസ്. തീർച്ചയായിട്ടും കഠിനമായ പ്രയത്നങ്ങൾ ഒരിക്കലും തന്നെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല എന്നുള്ളതാണ്. കാരണം more than 70% of the people they are working hard, but they are not success in our life. തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പല തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവരൊന്നും തന്നെ ജീവിതത്തിൽ വിജയിച്ചതായിട്ട് കാണുന്നില്ല. അപ്പൊ ആരാണ് വിജയിച്ചത്? ആർക്കാണ് വിജയിക്കാൻ സാധിച്ചത്? ദാറ്റ് ഈസ് ഓൺലി വിത്ത് നോളജ്. അറിവുകൾ സമ്പാദിച്ച വ്യക്തികൾക്ക് മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നോളജ് ഈസ് എ പവർ. And one more another thing, the beautiful thing about learning is nobody can take it away from you. അതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും നിങ്ങൾക്കുള്ള അറിവുകൾ ഒരിക്കലും തന്നെ ഒരാൾക്കും തന്നെ കട്ടുകൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കും. പലപ്പോഴും അത് നഷ്ടപ്പെടുന്ന അവസ്ഥകളും നമ്മുടെ മുൻപിൽ സംജാതമാവാറുണ്ട്. പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകൾ ഒരിക്കലും തന്നെ നമ്മളിൽ നിന്നും ഒരാൾക്കും തന്നെ ചോർത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. സോ ഓൾവേസ് സീക്ക് നോളജ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം എല്ലാ സന്ദർഭത്തിലും അറിവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. കൂടാതെ ഷെയറിംഗ് വിൽ എൻറിച്ച് എവ്രി വൺ വിത്ത് മോർ നോളജ്. തീർച്ചയായിട്ടും നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതോടുകൂടി നമ്മുടെ തന്നെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാനും അതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ നോളജ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷെ അറിവുകൾ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് സാധ്യമാണല്ലോ? വാട്ട്സ് യുവർ ആൻസർ? നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളെ കൊണ്ട്
നമുക്ക് ജീവിതത്തിൽ വിജയത്തിനുള്ള സാധ്യതകളുണ്ടോ? നോ, നോ, നോ. താങ്ക് യു. തീർച്ചയായിട്ടും അറിവുകൾ കൊണ്ട് മാത്രം തന്നെ ഒരിക്കലും തന്നെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് സ്പെസിഫിക് നോളജ്. So there is one more another question is coming. സ്പെസിഫിക് നോളജ് കൊണ്ട് നമുക്ക് സാധ്യമാണോ? നമ്മുടെ ജീവിത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നമുക്ക് സാധ്യമാണ് സ്പെസിഫിക് നോളജ് കൊണ്ട്. ഉദാഹരണമായി നമുക്കൊന്ന് നീന്തം പഠിക്കണം. നമ്മളുടെ നേരെ ഏതെങ്കിലും ഒരു ലൈബ്രറി പോയി ഒരു ബുക്ക് വാങ്ങി. ആ ബുക്ക് വാങ്ങിയപ്പോൾ ആ ബുക്ക് വാങ്ങി നാം എങ്ങനെയാണ് ഹൗ വി ക്യാൻ സ്വിം എന്ന രീതിയിൽ ആ ബുക്കുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നീന്തൽ എന്ന സംഭവത്തെ നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കുമോ? ആദ്യമായി നമ്മൾ ആ ബുക്ക് തുറന്നു നോക്കിയാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഒരു പക്ഷേ ആദ്യമായി നിങ്ങളുടെ വലത്തെ കാൽ വെക്കുക, പിന്നീട് ഇടത് കാൽ വെക്കുക, പിന്നീട് കൈ നിങ്ങൾ വെള്ളത്തിലേക്ക് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ കഴിയുമോ? ഒരിക്കലും തന്നെ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തെടുക്കുവാൻ സാധ്യമല്ല. സോ സ്പെസിഫിക് നോളജ് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ സാധ്യമല്ല. സോ വാട്ട് വി വാണ്ട് ടു ഡു നൗ? A specific knowledge with action. Yes, we want to make a specific knowledge with action. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. പല വ്യക്തികളും തന്നെ ജീവിതത്തിൽ അറിവിനെ സമ്പാദിക്കുന്നത് പലതരത്തിലാണ്. അതിലാദ്യമായി ചില ആൾക്കാർ വർക്ക് ഹാർഡ്, അവർ കഠിനമായ പ്രയത്നത്തിലാണ് ഏർപ്പെടുന്നത്. എന്നിട്ടാണ് അവരുടെ ജ്ഞാനത്തെ അവർ അധികരിപ്പിക്കുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് ദേ വർക്ക് ലോങ്ങർ. ഒരുപാട് സമയം അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് മറ്റു ചിലർ അതിൽ ഏർപ്പെടുന്നത്. മൂന്നാമതായി വെയിറ്റ് ഫോർ തിങ്സ് ടു ഗെറ്റ് ബെറ്റർ. ചില വ്യക്തികൾ സമയമായിട്ടില്ല എന്നുള്ള ധാരണയിൽ അവർ നിലനിൽക്കുന്നു. പീപ്പിൾ ആർ ആങ്ഷ്യസ് ടു ഇംപ്രൂവ് ദെയർ സർക്കംസ്റ്റൻസസ്. നമ്മളെല്ലാവരും തന്നെ വളരെയധികം ആങ്ഷ്യസ് ആണ്. ഇന്ന് കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെയധികം ആങ്സൈറ്റിയോടെയാണ് ഓരോ ദിവസവും മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തന്നെ തീരുമാനം അറിയില്ല. എന്നാൽ വാട്ട് ഈസ് നെക്സ്റ്റ്? വി ആർ ആങ്ഷ്യസ് അബൌട്ട് ടു ഇംപ്രൂവ് ദ സർക്കംസ്റ്റൻസ് ബട്ട് ആർ അൺവില്ലിംഗ് ടു ഇംപ്രൂവ് ദംസെൽഫ്. ദ സെയിം ടൈം നമ്മൾ ഒരിക്കലും തന്നെ നമ്മളെ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമില്ലാതാണ്. സോ ഹൗ വി ക്യാൻ പ്ലാൻ അവർ പേഴ്സണൽ ഗ്രോത്ത്? ഹൗ വി ക്യാൻ പ്ലാൻ അവർ ഗ്രോത്ത്? ഉദാഹരണമായി കുറച്ചു കാലം മുന്നേ ഞാൻ റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. എമിറേറ്റ്സിനായിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറിന് ശേഷം ദുബായ് എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി എയർപോർട്ടിലേക്ക് പ്രവേശിച്ചു. ഉടനെ തന്നെ ഒരു ട്രാൻസിറ്റ് പാസഞ്ചർ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമായി ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഞാനെന്നല്ല നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ആദ്യമായിട്ട് നോക്കുന്നത് ഡിപ്പാർച്ചറിന്റെ ഡീറ്റെയിൽസ് ഉള്ള ആ ബോർഡിനെ തിരഞ്ഞാണ് നാം ആദ്യമായി തിരഞ്ഞെടുക്കുക. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് യെസ്, ദ ടൈം ഈസ് 12:51 now and my flight number is EK 7334. ഓക്കെ, രണ്ടാമത്തെ ഡീറ്റെയിൽസ് എൻ്റെ ആയിരുന്നു. മൂന്നാമതായി ഉള്ളത് ടൈം ഈസ് ഓൺ 3:00. കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ് പുറപ്പെടുന്നത് 3 മണിക്കാണ്. അപ്പൊ എനിക്ക് 2 മണിക്കൂർ എൻ്റെ പക്കൽ ബാലൻസ് ഉണ്ട്. ആൻഡ് ദ ഫോർത്ത് ഇൻഫർമേഷൻ ഈസ് ഗേറ്റ് നമ്പർ 39. സോ വി അണ്ടർസ്റ്റാൻഡ് നൗ. 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഈ സന്ദർഭത്തിൽ 12:51 ആണെന്നും ഫ്ലൈറ്റിന്റെ നമ്പർ നമുക്കറിയാം, ഏത് ഗേറ്റിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. സോ വാട്ട് വി വാണ്ട് ടു നോ ദ നെക്സ്റ്റ്. 5ാമതായിട്ട് നാം ചെയ്യുന്ന പ്രവർത്തനം, അതിൽ നാം അന്വേഷിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ആർ ഡൂയിങ് നൗ? നമുക്ക് മനസ്സിലായി 12:51 സമയം. നമ്മുടെ ഫ്ലൈറ്റ് 3 മണിക്കാണ്. 39 നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ്
കോഴിക്കോട്ടുള്ള ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. ഫ്ലൈറ്റിന്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ യു വാണ്ട് ടു ഡു? Can you give any information? Can you give any answer? Finding a place, free time, we take boarding bus. Yes. അത്തരത്തിലുള്ള പല കാര്യങ്ങളും തന്നെ നമ്മൾ ചെയ്തിരിക്കും. പക്ഷെ നമ്മൾ ആദ്യമായി തന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി അന്വേഷിക്കുക ഒന്നുകിൽ ഇൻഫർമേഷൻ കൗണ്ടർ ആയിരിക്കും, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോർഡിന് താഴെ കാണുന്ന ഒരു എയർപോർട്ടിന്റെ മാപ്പ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഒരാളോട് പോലും തന്നെ ചോദിക്കാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്ന രീതിയിലായിരിക്കും അവർ അത് സെറ്റ് ചെയ്തിരുന്നത്. ആ മാപ്പിൽ കൃത്യമായ ഒരു സൈൻ ഉണ്ടായിരിക്കും, ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു സൈൻ. വാട്ട് ഈസ് ദാറ്റ് വൺ? പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായിരിക്കും അത്തരത്തിലുള്ള ഒരു മാപ്പിന്റെ ഉള്ളിൽ കൃത്യമായ ഒരു ഇൻഫർമേഷനോട് കൂടിയിട്ട് ഉള്ള ഡെസ്റ്റിനേഷൻ? നോ, മാപ്പിൽ കാണിക്കുന്ന ഡെസ്റ്റിനേഷൻ എനിവൺ? ആ മാപ്പിൽ സാധാരണയായിട്ട് കാണിക്കാറുള്ളത് മെയിനായിട്ട് യു ആർ ഹിയർ, ദിസ് ഈസ് ദ സൈൻ, യു ആർ ഹിയർ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യെസ്, ഞാൻ ഇവിടെയാണല്ലോ. ഞാനുള്ളത് എവിടെയാണ്? ഞാൻ ഏകദേശം 24ാമത്തെ ഗേറ്റിന്റെ മുൻപിലാണ് ഞാൻ ഏകദേശം നിൽക്കുന്നത്. So now we can very easy to understand, yes, my destination is 39 and we have the time 3 o'clock നമ്മൾ ഫ്ലൈറ്റ് ഉള്ളത്. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. So there is a difference between 15 gates. 15ഓളം ഗേറ്റുകൾ കടന്നിട്ടാണോ എനിക്ക് പോകാൻ വേണ്ടി? അപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് എത്ര സമയം കൊണ്ട് എനിക്ക് 15 ഗേറ്റ് കടന്നു പോകാൻ പറ്റും. എനിക്കൊരു സാധാരണ യാത്രക്കാരനെ പോലെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ട് ആസ്വദിച്ച് വേണമെങ്കിൽ പോകാം. കാരണം എൻ്റെ പക്കൽ 2 മണിക്കൂറുണ്ട്. അതല്ല, എനിക്ക് വേണമെങ്കിൽ കുറച്ച് സ്പീഡിൽ പോയിട്ട് എസ്കലേറ്ററോ മറ്റോ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പോകാം. അതല്ലെങ്കിൽ അത് അവിടെയുള്ള ഇലക്ട്രിക് കാർ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പോകാം. അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ പക്കലുള്ള ഈ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ 15 ഗേറ്റുകൾ താണ്ടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ ധാരണയുണ്ടാവും. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ഗ്രോത്തിന്റെ കാര്യത്തിലും. നമുക്ക് മനസ്സിലാക്കേണ്ടത് വേർ ആർ യു നൗ? നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് സെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ വേർ ആർ യു നൗ? നാം എവിടെയാണ് ഇന്ന് നിലകൊള്ളുന്നത്? നാം എവിടെയാണ് നിലകൊള്ളുന്നത്? നമ്മുടെ പക്കൽ നമ്മളെ പല വ്യക്തികളും ഇന്ന് ആലോചിച്ചിരിക്കുകയാണ് എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെ തുടങ്ങണം, ഏത് തരത്തിൽ നമ്മുടെ മുൻപിലുള്ള വിഷയങ്ങളെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, ഏതെല്ലാം തരത്തിലാണ് നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കേണ്ടത്. പലപ്പോഴും പല രീതിയിലുള്ള സഹായങ്ങളെ അന്വേഷിച്ചുകൊണ്ടാണ് അവർ നിലകൊള്ളുന്നത്. പക്ഷേ പലർക്കും തന്നെ ഉത്തരങ്ങൾ ലഭ്യമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ സന്ദർഭത്തിലാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് വേർ ഐ വാസ്. യെസ്, in the last week, where I was, in the last month, in the last year, or before 5 years, we can check. നമ്മൾ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മുടെ അവസ്ഥ ഉണ്ടായിരുന്നത്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ശ്രമിക്കാവുന്നതാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ കോവിഡ് കാലഘട്ടത്തിൽ പലപ്പോഴും തന്നെ നമ്മളെല്ലാവരും തന്നെ വളരെയധികം ടെൻഷനിലാണ്. കാരണം മുന്നോട്ടേക്കുള്ള പാത വളരെയധികം ഇരുളടഞ്ഞത് കൊണ്ട് തന്നെയായിരുന്നു. നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല 5 വർഷങ്ങൾക്കപ്പുറത്ത്, അതിൽ 10 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ സ്ഥിതി എന്തായിരുന്നു. നമ്മുടെ പല പ്രവർത്തനങ്ങളും തുടക്കം കുറിച്ചത് അന്നായിരുന്നു. ഒരു പക്ഷേ അന്ന് നമ്മൾ ചെയ്തിരുന്നത് ഒരു പക്ഷേ VKCയുടെ ചപ്പലോ അതല്ലെങ്കിൽ ഹവായ് ചപ്പലോ മുതലായിരുന്നു. ഇന്ന് നമ്മൾ വുഡ്ലാൻഡ്സിൽ എത്തിയിരിക്കുന്നു. ആ വുഡ്ലാൻഡ്സിൽ നിന്നും നമ്മൾ ഒരിക്കലും തന്നെ താഴോട്ട് പോകുവാൻ നാം ശ്രമിക്കുന്നില്ല എന്നുള്ള കോവിഡ് കൊണ്ട് 1 വർഷം നാം എത്രമാത്രം ബുദ്ധിമുട്ടിയോ ആ ബുദ്ധിമുട്ടുകൾ ഒരു പരീക്ഷണമാണെന്നും ആ പരീക്ഷണങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമമായ കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവാത്ത പക്ഷമാണ് പലപ്പോഴും പല രീതിയിലുള്ള ആക്സിഡന്റുകൾ സംഭവിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളെ നാം വേർ ഐ വാസ്, നാം എവിടെയായിരുന്നു? നമുക്ക് ഒരു സ്റ്റെപ്പ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം
നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഒരു നിരാശയും ഇല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തെ വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വേർ ആർ യു നൗ. നമ്മുടെ പഴയകാലം നമ്മൾ ഓർത്തുള്ളൂ. വേർ ആർ യു നൗ? നൗ ഇന്ന് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും വേർ ആർ യു നൗ? നമുക്ക് എല്ലാവർക്കും തന്നെ സ്വയം ചോദിക്കാം, വേർ ആർ യു നൗ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആൻസർ ലഭ്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ മുന്നോട്ടേക്കുള്ള പാത വളരെ കൃത്യമായിരിക്കും. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വേർ യു വാണ്ട് ടു ബി. യെസ്, എവിടെയാണ് നിങ്ങൾക്ക് എത്തേണ്ടത്? എവിടെയാണ് നിങ്ങൾക്ക് എത്തേണ്ടത്? നമുക്ക് കൃത്യമായ ധാരണ അവിടെ ഉണ്ടാക്കാവുന്നതാണ്. പലപ്പോഴും പല കുട്ടികളും പല രക്ഷിതാക്കളും നമ്മുടെ മക്കൾക്ക് കൃത്യമായ ധാരണയില്ല എവിടെയാണ് നമുക്ക് എത്തപ്പെടേണ്ടത്. അവർ എന്നെ പോലെ തന്നെ പലപ്പോഴും 1ാം ക്ലാസ്സിൽ നിന്നും SSLCക്ക് എത്തി. SSLCക്ക് പലപ്പോഴും നല്ല മാർക്കുകളും അവർക്ക് വാങ്ങുവാൻ സാധിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? അവർക്ക് കൃത്യമായ ധാരണയില്ല. SSLCയോ അതല്ലെങ്കിൽ +2 എക്സാമിനേഷൻ കഴിഞ്ഞ് അവർ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യണം, എവിടേക്ക് മൂവ് ചെയ്യണം, എന്താണ് എൻ്റെ മുന്നിലുള്ള മിഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണയും ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത്. സോ ദ growth gap, that is where are you now and where you want to be. The difference between where are you now and where you want to be. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് എത്തപ്പെടേണ്ടുന്ന ലക്ഷ്യസ്ഥാനം തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഗ്രോത്ത് ഗ്യാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. So how can we fill up this growth gap? തീർച്ചയായിട്ടും തന്നെ നമ്മുടെ ജീവിത വിജയത്തിലെ ആ ഗ്യാപ്പുകൾ നമുക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. The first one, there is 8 kinds of misconception. നമുക്ക് തെറ്റായ 8ഓളം ധാരണകളാണ് നമ്മുടെ മുൻപിലുള്ളത്. ആ ധാരണകളെ ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് മാറ്റുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വിജയപാതയിൽ കൃത്യമായ ധാരണയോടുകൂടി മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് അസംപ്ഷൻ ഗ്യാപ്പ്. നമ്മൾക്ക് വിചാരിക്കണം നാമൊക്കെ വളരും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിൽ എന്നെ ചേർത്തിയതുകൊണ്ട് ഞാൻ അതിനുശേഷം 10 വർഷം കഴിഞ്ഞു SSLC എക്സാമിനേഷൻ ഞാൻ ബോഡി തലത്തിൽ എൻ്റെ ഫിസിക്കലായിട്ട് ഞാൻ വളർന്നിരുന്നു, മെന്റലി ഞാൻ വളർന്നിരുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ തലങ്ങളും എല്ലാവരും വളരുന്നു. നമ്മുടെ പ്രകൃതിയിലേക്ക് നാം നോക്കുകയാണെങ്കിൽ പലതും അതുപോലെ വളരുന്നുണ്ട്. തീർച്ചയായിട്ടും പലതരത്തിലുള്ള ജീവികളും തന്നെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിലൊരു വ്യത്യാസമുണ്ട്. നമുക്ക് തീരുമാനിക്കാം നാം എവിടെ എത്തണമെന്ന്. ഒരു ആനക്കോ അല്ലെങ്കിൽ ഒരു കുതിരക്കോ അതിൽ മറ്റൊരു മൃഗത്തിനോ അല്ലെങ്കിൽ മറ്റൊരു വൃക്ഷത്തിനോ ഒരിക്കലും തന്നെ തീരുമാനിക്കാൻ അവയെല്ലാം തന്നെ ഈ പ്രകൃതിയുടെ വരദാനം പോലെ തന്നെ അവർ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ എത്തുമ്പോൾ നമുക്ക്, അതായത് മനുഷ്യന് തീരുമാനിക്കാം നാം എവിടെയാണ് എത്തപ്പെടേണ്ടത് എന്നുള്ളത്. And the second one is knowledge gap. What is knowledge gap? I don't know how to grow. തീർച്ചയായും എനിക്കറിയില്ല. SSLC എക്സാമിനേഷൻ കഴിഞ്ഞു, എനിക്കറിയില്ല what is the next one. And some of my friends told me, yes, we can go to Farouk College. Yes, നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ ഫോം വാങ്ങിയിട്ട് ഫില്ലപ്പ് ചെയ്യാം. ഞാനും പോയി അവിടെ നിന്ന് എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കൊണ്ടുവന്നു. എനിക്കറിയില്ലായിരുന്നു അന്ന് അത് എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യുവാന്ന്. എൻ്റെ ഉപ്പ എന്ത് ചെയ്തു, എൻ്റെ നാട്ടുകാരനും ഫാറൂഖ് കോളേജിലെ പ്രൊഫസറുമായിട്ടുള്ള ഇമ്പിച്ചി ബാബ സാഹിബിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ചെന്ന് ആ ഫോം ഫില്ലപ്പ് ചെയ്തു. ഫോമിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, മുജീബ് ഏത് ഗ്രൂപ്പാണ് വേണ്ടത്? ഞാൻ പറഞ്ഞു ഫസ്റ്റ്. ഈ ഒരു മാർക്ക് കൊണ്ട് ഒരിക്കലും തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ സെക്കൻഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതൊരിക്കലും നടക്കൂല എന്നാണ്. എന്നാ പിന്നെ തേർഡ് ആയിക്കോട്ടെ എന്ന്. അത് വേണം നമുക്ക് ശ്രമിച്ചു നോക്കാം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു മാർക്ക് കൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ഒരു സീറ്റ് സംഘടിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് ആദ്യമായി തന്നെ പറയാം. അവസാനം ഞാൻ എന്ത് ചെയ്തു, പുളിക്കലുള്ളൊരു പ്രൈവറ്റ് കോളേജിലാണ് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം തുടങ്ങിയത്. ക്ലാസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി, ഫറോക്ക് നിന്നത്. അവൻ 4th ഗ്രൂപ്പ് ആയിരുന്നു എടുത്തത്.
അവൻ എന്നോട് പറഞ്ഞു, മുജീബ് മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ 4th എടുക്കാണ്ട് 3rd എടുത്ത്? അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, 3rd ഈസ് ബെറ്റർ ദാൻ 4th. എനിക്കറിയില്ല, മാത്തമാറ്റിക്സ് മാർക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 4th ഗ്രൂപ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള സത്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവരം എനിക്കറിയില്ല. എന്റെ ധാരണ ആദ്യം ഫസ്റ്റ്, രണ്ടാമതായിട്ട് സെക്കൻഡും, മൂന്നാമത് തേർഡും, നാലാമതായിട്ട് ഫോർത്ത് പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഭാഗം എന്നുള്ളതാണ് എന്റെ ധാരണ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശക്തമായി വാദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അതേ ലെവലിൽ തന്നെ നിന്നു. 4th ഞാൻ ഒരിക്കലും പോലും. അവൻ ഒരുപാട് എന്നെ നിർബന്ധിച്ചു. നിന്നെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സിൽ നല്ല കോൺഫിഡൻറ് ഉണ്ട്, നല്ല മാർക്കുണ്ട്, അതിനോട് ഇഷ്ടമുണ്ട്, തീർച്ചയായിട്ടും തന്നെ നല്ലൊരു ജോലി ബാങ്കിലോ അല്ലെങ്കിൽ വല്ല അക്കൗണ്ടന്റോ മറ്റോ ആയിട്ട് നിനക്ക് നല്ലൊരു ജോലി സമ്പാദിക്കാൻ പറ്റും. ഹിസ്റ്ററിയും എക്കണോമിക്സും എടുത്താൽ നിനക്ക് എന്ത് സാധ്യതയാണുള്ളത്? ഒരു സാധ്യതയുമില്ല. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ആ ഒരു നോളജ് ഗ്യാപ്പിനെ എങ്ങനെ നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടൈമിംഗ് ഗ്യാപ്പ്. വാട്ട് ഈസ് ടൈമിംഗ് ഗ്യാപ്പ്? ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ടു ബിഗിൻ. യെസ്, എല്ലാവരും പറയുന്ന it is not the right time to begin. 2019 അവസാനത്തിൽ കോവിഡ് വന്നു. അതിനുശേഷം ലോകം മുഴുവനും തന്നെ 2020 ലോകം മുഴുവനും അത് സ്പ്രെഡ് ചെയ്തു. എല്ലാ ഭാഗങ്ങളും സ്റ്റക്കായി. ലോക്ക്ഡൌണിന്റെ കരങ്ങളിലായിരുന്നു. ഒരു വർഷത്തോളം നാം എല്ലാവരും തന്നെ. ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴും നമുക്കൊരിക്കലും തന്നെ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കത്തായിരുന്നു. പല രീതിയിലുള്ള ക്രൈസിസുകളാണ് മാനേജ്മെന്റുകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുവാൻ സാധിക്കും? കടകൾ തുറക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുവാൻ സാധിക്കുന്നില്ല. വലിയ വലിയ പ്രസ്ഥാനങ്ങൾ വലിയ വലിയ ക്രൈസിസുകളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിലും ആമസോൺ അതിന്റെ ഷെയറുകൾ വളരെ ശക്തമായ രീതിയിലായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. 2019 6.93 ബില്യൺ ആയിരുന്നുവെങ്കിൽ 2020 $9.91 ബില്യൺ ബിസിനസ് ആയിരുന്നു അവർ ചെയ്തത്. എങ്ങനെ സാധിച്ചു? നാം എല്ലാവരും തന്നെ നമ്മുടെ ഫ്ലാറ്റുകളിൽ, നമ്മുടെ വീടുകളിൽ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മനസ്സിലായി? 2020 ലോകം മുഴുവനും കോവിഡിന്റെ കൈകളിൽ അമർത്തുമ്പോൾ അവർക്ക് മാത്രം എങ്ങനെ ഏകദേശം 40% ഇൻക്രീസ് അവരുടെ സെയിൽസിൽ വന്നു? നാം ആലോചിക്കേണ്ടതാണ്. അവർ ചെയ്തത് പ്രോഡക്റ്റിനെയും കസ്റ്റമറുടെയും ഇടയിലുള്ള ആ വലിയ ഗ്യാപ്പ് അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന ആ ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്തപ്പോൾ അവർക്ക് മാത്രം വളരെ വലിയ നേട്ടങ്ങൾ സംഭവിച്ചു. ഏതൊരു ഓപ്പർച്യൂണിറ്റിയും നമ്മൾ വളരെ ശക്തമായ രീതിയിൽ നല്ല പോസിറ്റീവായ മൈൻഡോട് കൂടി നോക്കിക്കാണുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും തന്നെ എല്ലാ തലത്തിലും നമുക്ക് വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് മിസ്റ്റേക്ക് ഗ്യാപ്പ്. യെസ്, വാട്ട് ഈസ് മിസ്റ്റേക്ക് ഗ്യാപ്പ്? ഐ ആം അഫ്രൈഡ് ടു മേക്കിംഗ് മിസ്റ്റേക്ക്. യെസ്, എനിക്ക് പേടിയാണ് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി. മിസ്റ്റേക്കുകൾ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? Mistake is a simply another way of doing. A mistake is a simply another way of doing. ഞാൻ എൻ്റെ സാറിൻ്റെ ക്ലാസ്സിലെ 2020 ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യമായി എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടീച്ചറുടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ, മുജീബ്, no need to wait for anything. Do what you have. No need to wait. A mistake is nothing for you. If you want to try, not try. You must do each and every challenge. Otherwise, you will not stay here. അത്തരത്തിൽ നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും അതിലൂടെ നമ്മളെ അതിൽ പെർഫെക്റ്റ് ആയി എടുക്കുകയും ആണ് ചെയ്യേണ്ടത്. Even this presentation also, last week Saif sir told me, yes Mujib, you come up with this one. You can make this. 100% sure you can make. അപ്പോഴും എനിക്ക് എന്തായിരുന്നു? പേടിയായിരുന്നു മിസ്റ്റേക്കുകൾ എന്തായിരിക്കുന്നുള്ളത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് പെർഫെക്ഷൻ ഗ്യാപ്പ്. നമ്മളെല്ലാവരും തന്നെ പെർഫെക്ഷന്റെ പിന്നിലായിരുന്നു. ഐ ഹാവ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് വേ ബിഫോർ ഐ സ്റ്റാർട്ട്. യെസ്, ഏതൊരു കാര്യവും ഞാൻ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ഏറ്റവും ഭംഗിയായി ചെയ്യണമെന്നായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും.
And the sixth one is inspiration gap. What is inspiration gap? I don't feel like doing good. Yes, ഇപ്പോൾ അത് ശരിയല്ല, കുറച്ച് കഴിഞ്ഞോട്ടെ. നമുക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഭാഗം ഇപ്പം വേണ്ട. ഇന്നിപ്പോ കോവിഡ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം. ഇതാണ് നമ്മൾ എല്ലാവരും തന്നെ ചെയ്യുന്നത്. നമുക്കുണ്ടാവുന്ന മോട്ടിവേഷനിലെ അഭാവകത തന്നെയായിരുന്നു. നാം എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നതാണ്, നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ പുഷപ്പ് ചെയ്ത് കാണും എവിടെയും എത്തില്ല എന്നുള്ള കാര്യം. നാം നമ്മുടെ ബോഡിയെ സെറ്റപ്പ് ചെയ്യുന്നതിന് നാം തന്നെ വേണം പുഷപ്പ് എടുക്കാൻ. അല്ലാത്ത പക്ഷം നാം ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. സോ വാട്ട് വി വാണ്ട് ടു ഡു, ജസ്റ്റ് ഡു ഇറ്റ്, ഡോണ്ട് കെയർ എനിത്തിങ്, ആൻഡ് ഡോണ്ട് തിങ്ക് അബൌട്ട് മിസ്റ്റേക്സ് ആൻഡ് പെർഫെക്ഷൻ. ഡോണ്ട് തിങ്ക് അബൌട്ട് മിസ്റ്റേക്സ്. നാം ഒരിക്കലും തന്നെ മിസ്റ്റേക്കുകളെ കുറിച്ചോ പെർഫെക്ഷനെ കുറിച്ചോ ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏക കാര്യം. Just do it. We will see what happens. Just do it. And the seventh one is comparison gap. പലപ്പോഴും നാം, what is comparison gap? Others are better than I am. Yes. In this floor also, ഈ ഫ്ലോറിൽ പോലും ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ എന്നേക്കാൾ നല്ലതായ പ്രസന്റേഷൻ ആണ്. എന്നേക്കാൾ നന്നായിട്ട് അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. ഏതൊക്കെ തരത്തിൽ അവർ പല ഹ്യൂമർ ഉപയോഗിക്കുന്നു, അതിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർ നമ്മളെ ആളുകളുമായി കണക്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല തരത്തിൽ അവർക്ക് ഉള്ള കഴിവുകളുണ്ട്. ഞാൻ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള കഴിവുകൾ എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ നിന്നും കമ്പാരിസണിലൂടെ നമ്മുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്നു. ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് എക്സ്പെക്ടേഷൻ ഗ്യാപ്പ്. I thought it would be a easier than it. പലപ്പോഴും ഞാൻ വിചാരിക്കും, ഇത്രമാത്രം പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ആലോചിച്ചിരുന്നുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികൾ. സോ ദീസ് ആർ ദ കണ്ടന്റ് ഫോർ ദ ഗ്രോത്ത് ഗ്യാപ്പ്. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിരീക്ഷണം നാം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നമ്മുടെ വിജയത്തിലേക്കുള്ള പാത കൃത്യമായി നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. സോ വാട്ട് വി വാണ്ട് ടു ഡു ഫസ്റ്റ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, the first one is assumption gap, and the second one is knowledge gap, and the third one is timing gap, and the fourth one is mistake gap, and the fifth one is perfection gap, and the sixth one inspiration, and the seventh one comparison, and the eighth one is expectation. These are the things we want to understand first. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിജയത്തിലേക്കുള്ള പാത, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള പാത വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. 2020 കോവിഡ് വന്നു. ആ കോവിഡ് നമ്മെ ബാധിച്ചത് പല തരത്തിലാണ്. പല വ്യക്തികൾ പലതരം, പലരെയും ഈ ഫീൽഡിൽ നാം നിൽക്കുന്ന ഫീൽഡിൽ നിന്നും അകന്നപ്പോൾ പലരും തന്നെ എന്ത് ചെയ്തു, ഈ ഫീൽഡിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്തിയ വ്യക്തികളെ കുറിച്ച് നാം എപ്പോഴും പറഞ്ഞ് ഈസ് എ ലക്കി ഗായ്. കാരണം ഈസ് എ ലക്കി ഗായ്. എല്ലാവരും പറഞ്ഞ അവന് വളരെ ലക്കി ആയിട്ടുള്ള. സത്യത്തിൽ പ്രിപ്പറേഷൻ ഈസ് ദ ഫസ്റ്റ് വൺ. കാരണം ആ ലക്കി സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2020 മുൻപ് അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് അവരെ എത്തിച്ചത്. കൂടാതെ അവന്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനോട് പുലർത്തിയ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് വന്ന കോവിഡിന്റെ എന്ന ഓപ്പർച്യൂണിറ്റി, ക്രൈസിസിൽ നിന്നും ആ ഒരു സംഭവത്തെ ഓപ്പർച്യൂണിറ്റി ആക്കി അവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. നാലാമതായിട്ട് അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ്. നാം എപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം വളരെ ലക്കിയ പേഴ്സൺ ആണെന്നുള്ളതാണ്. പക്ഷെ അതിന്റെ പിന്നിൽ, ആ ലക്കിക്ക് പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ച 4 ഘടകങ്ങളാണ് ഈ 2020 നമുക്ക് നോക്കിയാൽ കാണാവുന്ന സംഭവം. യു ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനേഷൻ ഓവർനൈറ്റ്. ഒരു രാത്രി കൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനുകളെ ഒരിക്കലും മാറ്റുവാൻ സാധ്യമല്ല. ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഡിറക്ഷൻ ഓവർനൈറ്റ്. ഓരോ ദിവസവും നിങ്ങളുടെ പാതകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒരിക്കലും സാധ്യമല്ല. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇന്ന് നിലകൊള്ളുന്ന രീതിയിൽ നിന്നും മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതാണ്.
if you want to reach your goal and fulfill your potential, become intentional about personal growth, it will change your life. അതെ, തീർച്ചയായിട്ടും തന്നെ കൃത്യമായ ധാരണയോടുകൂടി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റൻഷണൽ ഗ്രോത്ത്, തീർച്ചയായും മനഃപൂർവമായ പഠനം, നാം എവിടേക്കാണ് പോവേണ്ടതെന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ആസ്ക് ബിഗ് ക്വസ്റ്റ്യൻസ്, വലിയ വലിയ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, വലിയ വലിയ ഡ്രീമുകൾ കാണുക. അതിലേക്ക് നാം നോക്കിക്കാണുമ്പോൾ മാത്രമേ നമുക്ക് പലതരത്തിലുള്ള അറിവുകൾ ലഭ്യമാവുകയുള്ളൂ. വേർ ഡു യു വാണ്ട് ടു ഗോ ഇൻ യുവർ ലൈഫ്? അതെ, എവിടേക്കാണ് ജീവിതത്തിൽ എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? വലിയ വലിയ ലക്ഷ്യസ്ഥാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. വേർ വാട്ട് ഡിറക്ഷൻ യു വാണ്ട് ടു ഗോ? ഏത് ഡിറക്ഷനിലൂടെയാണ് നിങ്ങൾക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടത്? വാട്ട് ഈസ് ദ ഫാർദസ്റ്റ് you can imagine going? And the second one is do it now. ആദ്യത്തെ ചോദ്യത്തിന് ശേഷം അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് do it now. Yes, do it now. And the third one is face the fear factor. Yes, face the fear factor. That is the most important thing. പലപ്പോഴും നാം പേടിച്ച് നിൽക്കുന്ന അവസ്ഥകളാണ് പലപ്പോഴും നാം കാണാറുള്ളത്. What is the first fear? Fear of failure. അതെ, പരാജയപ്പെടുന്നുള്ള ഒരേ കൺസെപ്റ്റാണ് നമ്മളെ പലപ്പോഴും ഇറകോട്ടടിപ്പിക്കുന്നത്. The second one, fear of trading security of unknown. നമുക്കറിയാത്ത കാര്യത്തിലേക്ക് നാം എടുത്തു ചാടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളെ കുറിച്ചാണ്. And the third one is fear of being overextended financially. And the fourth one is fear of what others will say or yes, what others will say or think. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്താണ് പറയുക? നമുക്ക് അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. And the fourth one is change from accidental to intentional growth. Yes, that is one of the most important thing. Change from accidental to intentional. അതെ, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പുഴയിലൂടെ ഒഴുകി വരുന്ന ഒരു ഇലയെ പോലെ ആവാതെ കൃത്യമായ ധാരണയോടുകൂടി നമ്മുടെ ഗ്രോത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യും. നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നമ്മൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഗ്രോത്തിനെ സെറ്റ് ചെയ്യുന്നതാണ്. 2020 കോവിഡ് ഈ ലോകത്തെ മുഴുവൻ ബാധിച്ചു. പല സ്ഥലങ്ങളിലും ലോകം മൊത്തത്തിൽ ലോക്ക്ഡൌണിലായിരുന്നു. ഞാനും ഈ റിയാദിൽ എൻ്റെ ഫ്ലാറ്റിൽ അകപ്പെട്ടു. ഒരിക്കലും തന്നെ പുറത്തു പോകാൻ സാധിക്കുന്നില്ല. ബിസിനസിന്റെ എല്ലാ താളങ്ങളും തെറ്റിത്തുടങ്ങി. മാനസികമായി വളരെയധികം ടെൻഷനിലായിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യും? മുന്നോട്ടേക്കുള്ള പാത വളരെ ഇരുളടഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. I didn't see any kind of signboard how we can go ahead. Completely fog ആയിരുന്നു. എൻ്റെ യാത്രയിൽ മുന്നിൽ കംപ്ലീറ്റ് fog ആയിരുന്നു. ഒരു നിലക്കും തന്നെ എനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥ. മാനസികമായും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. ആ സന്ദർഭത്തിലാണ് എനിക്ക് എൻ്റെ ഫാദർ ഇൻ ലോ ഒരു ലിങ്ക് അയച്ചു തന്നു. മുജീബ്, you can join. Sometimes you will get something special. Mentally, you can empower by this class. What is that? അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് 4am ക്ലബിന്റെ ഒരു ലിങ്ക് ആയിരുന്നു. ആദ്യമായി തന്നെ ഞാൻ പങ്കെടുത്തത് PC മുസ്തഫ സാറിന്റെ 4am ക്ലബിലെ പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം MK മുനീർ സാഹിബിന്റെ പ്രോഗ്രാം കഴിഞ്ഞു. And the third one is on 19th April. I received a message from Robinji, a guy. I don't know this guy, this person. That is Farooq. അദ്ദേഹത്തിന്റെ ക്ലാസ് ആയിരുന്നു അന്നുണ്ടായിരുന്നു. എനിക്കൊരിക്കലും തന്നെ പരിചയമില്ലാത്തതും പല ആൾക്കാരെയും ഞാൻ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും തന്നെ എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ക്ലാസ്. എന്നിരുന്നാലും
ലോക്ക്ഡൗൺ ആയ ഒരേ ഒരു കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. സത്യം പറയുകയാണെങ്കിൽ എന്നെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അന്ന് ഞാൻ കണ്ടത്. ഒരു കംപ്ലീറ്റ്ലി ഇലക്ട്രിഫൈങ് പ്രോഗ്രാം ഫ്രം ദ സ്റ്റാർട്ടിങ് ടു എൻഡ്. ആ സന്ദർഭത്തിൽ പുറമിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞത്, തൃശ്ശൂർ പൂരം സാധാരണയായിട്ട് അവസാന ഭാഗത്ത് മാത്രമാണ് അതിന്റെ പൊട്ടിക്കലാശം സംഭവിക്കാറുള്ളത്. ഇത് ആദ്യം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഡ്യൂറിങ് ദാറ്റ് സെഷൻ, ആ ഒരു പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഒരു വാട്സപ്പ് നമ്പർ അയച്ചു. യെസ്, ഇഫ് യു വാണ്ട് ടു കണക്ട് വിത്ത് മീ യു ക്യാൻ കോൾ ദിസ് നമ്പർ ഓർ സെൻഡ് മീ എ മെസ്സേജ്. ഞാൻ വിചാരിച്ചു ഒരിക്കലും തന്നെ അതിനൊരു റിപ്ലൈ ഉണ്ടാവുന്നു. കാരണം ഇത്രമാത്രം പ്രഗത്ഭനായ ഒരു വ്യക്തി എൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിന് എത്രമാത്രം പ്രാധാന്യം നൽകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, എന്ത് തന്നെ ആയാലും ശരി, റൂമിൽ ഫ്രീ ആയിട്ടിരിക്കല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചു. ഇറ്റ് വാസ് എ മൊമെന്റ്. It was a moment, really, it was a moment that's a rebirth also. കാരണം കഴിഞ്ഞ 28 വർഷമായി വിദ്യാഭ്യാസ രംഗത്തോ അതല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തോ കൃത്യമായ ധാരണയൊന്നുമില്ലാതെ ഇരുന്ന ഒരു വ്യക്തിയുടെ ഒരു പുനർജന്മം തന്നെയായിരുന്നു അന്ന് സംഭവിച്ചത്. അതിനു മുൻപ് ഒരു 2 വർഷം മുൻപ് ഞങ്ങളുടെ നാട്ടിൽ ഹിസ്വ എന്നൊരു സംഘടന നടത്തിയ ഒരു പ്രോഗ്രാമിൽ ഒരു 2 മിനിറ്റ് പ്രസംഗിക്കാനുള്ള ചാൻസ് എനിക്ക് ലഭ്യമായി. വളരെ ആക്സിഡന്റലായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കോൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തന്നെ പറയാൻ സാധിച്ചില്ല. എങ്ങനെയൊക്കെയോ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടായ ജാഫർ മാസ്റ്ററോട് ചോദിച്ചു, എന്താണ് സാർ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്കറിയില്ല, എനിക്ക് പബ്ലിക്കില് ഒരു 2 മിനിറ്റ് പോലും സംസാരിക്കാൻ അറിയില്ല. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, മുജീബ്, ഫിനിഷ് യുവർ ബോട്ടൽ നോക്ക് ഓഫ് യുവർ പബ്ലിക് സ്പീക്കിംഗ്. ഇതോടുകൂടി തീർന്നു. ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോകാം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിൽ തന്നെ ഇരിക്കില്ലായിരുന്നു എന്ന് ജാഫർ മാസ്റ്റർ എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് ആ റീബർത്ത് സംഭവിച്ചത്. that moment is one of my best moment in my life. ആ സെക്കൻഡുകൾ പിന്നീട് മിനിറ്റുകളായി വന്നു. ആ മിനിറ്റുകൾ പിന്നെ that minutes become hours, hours become day become week become month become year. അങ്ങനെ ഓരോ സെക്കൻഡുകൾ കൂടിച്ചേർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മിനിറ്റുകൾ മണിക്കൂറുകളായും ആ മണിക്കൂറുകൾ ദിവസങ്ങളായും ആ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായും ആ മാസങ്ങളുടെ കൺവേർഷനിലുള്ള ആ മാസങ്ങൾ പിൽക്കാലത്ത് കഴിഞ്ഞ 2020 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ സാധിക്കാത്ത ഒരു സക്സസ്ഫുൾ ഇയർ ആക്കി മാറ്റുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്ലാൻ യുവർ ഡേ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് പ്ലാൻ യുവർ ഡേ. ഹൗ വി ക്യാൻ പ്ലാൻ യുവർ ഡേ. മേക്ക് ഇറ്റ് ഡെയിലി ചാലഞ്ചസ് every day. Each and every day you want to make daily challenges. And the second one, weekly target and monthly goal, and you can make a successful year. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വന്നേക്കാം തീർച്ചയായിട്ടും. കാരണം നാം മുന്നോട്ടേക്കുള്ള പാതയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ മാത്രമാണ് നമ്മുടെ മുൻപിൽ അകപ്പെട്ടു വരുന്നത്. ആ അത്തരത്തിലുള്ള പ്രതിസന്ധികളെ ബ്രേക്ക് ചെയ്യുവാനുള്ള തൻ്റെ ഇടമാണ് നാം കാണിക്കേണ്ടത്. അത് ഒരിക്കൽ നിങ്ങൾ അത്തരത്തിലുള്ള മതിലുകളെ പൊളിച്ചടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾക്ക് ലോകത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മുടെ ജീവിത വിജയത്തിന്റെ പാതയിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നത്, നമുക്കൊരുപാട് കോഴികളെയും അതല്ലെങ്കിൽ ടർക്കികളെയും അതോടൊപ്പം താറാവുകളെയും എല്ലാം തന്നെ കാണുവാൻ സാധിക്കും. പക്ഷേ ജീവിതത്തിന്റെ വിജയപാതയിൽ ഉയർന്നു പറക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ ഉയർന്നു പറക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നാം കൂടേണ്ടത് അത്തരത്തിലുള്ള ഈഗിളിനോടൊപ്പം തന്നെയാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. When you want to something, all that universe conspire to make it happen. തീർച്ചയായിട്ടും തന്നെ നിങ്ങളുടെ ആത്മാർത്ഥമായ വിശ്വാസം, അതല്ലെങ്കിൽ നിങ്ങൾ സംതിങ് ഈസ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ലോകം പോലും നിങ്ങൾക്ക് വേണ്ടി കോൺസ്പയർ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. The size of your success is measured by the strength of your desire. തീർച്ചയായിട്ടും തന്നെ നിങ്ങളുടെ വിജയത്തിന്റെ സൈസ് നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ സ്ട്രെങ്ത് തന്നെയാണ്. The size of your dream and how you handle disappointment along the way. തീർച്ചയായിട്ടും നിങ്ങളുടെ പാതയിൽ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓരോ വിജയങ്ങളും നിർണ്ണയിക്കപ്പെടുന്നത്. ഹിയർഡ് മെലഡീസ് ആർ സ്വീറ്റ്. നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം തന്നെ വളരെ സുന്ദരമായിരുന്നു. ബട്ട് ദോസ് അൺഹിയർഡ് ആർ സ്വീറ്റർ. നാം കാണാത്തതും അതിനേക്കാൾ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ 28 വർഷമായിട്ട് കാണാത്ത പല സംഭവങ്ങളുമാണ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവറേജ് ഈസ് ടു ബി forgotten once you pass from this life. തീർച്ചയായിട്ടും തന്നെ ഒരു ആവറേജ് പേഴ്സൺ ആയിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ മരണത്തോടുകൂടി നിങ്ങളെല്ലാവരെയും തന്നെ മറക്കപ്പെടുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. The successful are remembered for their contribution. വിജയിച്ച വ്യക്തികൾ അവരുടെ കോൺട്രിബ്യൂഷനെ കൊണ്ടാണ് നാം ഇന്നും സ്മരിക്കപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളിൽ നിന്നും അകന്നു പോയ വ്യക്തികളെ ഇന്നും നാം സ്മരിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഈ ലോകത്ത് അവർ നൽകിയിട്ടുള്ള സംഭാവനകളും അവർ നൽകിയ സിഗ്നേച്ചറുകളുമാണ് നമ്മളെ ഇന്നും അവരെ കുറിച്ച് സംസാരിക്കുവാൻ ഇടയാകുന്നുള്ളത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. ടൈം ഈസ് പ്രഷ്യസ്. തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്ന ഓരോ സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. സ്ട്രെസ് യുവർ ലൈഫ് മാക്സിമം. തീർച്ചയായിട്ടും തന്നെ നാം ആണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജീവിതം ഏത് തരത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. ഒരിക്കലും തന്നെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഒരു 10,000-ഓ ഒരു 20,000-ഓ ഒരു 30,000-ഓ ശമ്പളം വാങ്ങി ജീവിതത്തിന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഒതുങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിറോസ് സാർ പറഞ്ഞ മാതിരി നിങ്ങളുടെ ജീവിതത്തിന് ഓരോ ദിവസത്തിന്റെയും 24 മണിക്കൂറാണ് എല്ലാ വ്യക്തികൾക്കും ഉള്ളത്. അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പിണറായി വിജയൻ സാറിനും അതുപോലെ നമുക്ക് ഏവർക്കും ലഭ്യമാവുന്നത് 24 മണിക്കൂറുകൾ മാത്രമാണ്. പക്ഷേ നമ്മൾ ഹൗ ടു യൂസ് ദീസ് 24 hours, നമ്മൾ എങ്ങനെയാണ് ഈ 24 മണിക്കൂറിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. അതിനെ പരമാവധി നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഈ ലോകത്ത് വലിയ രീതിയിലുള്ള സിഗ്നേച്ചറുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് കടന്നു പോകുവാൻ സാധിക്കുന്നതാണ്. Live as if you were to die tomorrow. നാളെ മരിക്കുമെന്നുള്ള ധാരണയിൽ നിങ്ങൾ ജീവിക്കുക. തീർച്ചയായിട്ടും നാളെ നാം മരിക്കുമെന്നുള്ള ധാരണയിൽ നാം ജീവിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. ആൻഡ് ലേൺ as if you were to live forever. എന്നുമെന്നും നാം ജീവിക്കപ്പെടുമെന്നുള്ള ധാരണയിൽ നാം പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഇത്തരത്തിലുള്ള 8 പോയിന്റ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ പാതയിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുജീബ് ക. സച്ച് എ വണ്ടർഫുൾ ക്ലാസ്. വളരെ ഗംഭീരമായിട്ട് ഒരുപാട് കണ്ടന്റ് ഓറിയന്റഡ് ആയ ക്ലാസ് ആയിരുന്നു. ഏതൊരു ക്ലാസ് അവതരിപ്പിച്ചു കഴിഞ്ഞാലും പിന്നെ ഉണ്ടാവുന്നൊരു വേവലാതി ഗുരു എന്ത് പറയും എന്നുള്ളതാണ്. എന്റെ ഗുരു ഈ ക്ലാസ്സിനെ കുറിച്ച് എന്താണ് പറയുക, ടീച്ചർക്ക് എന്താണ് പറയാനുണ്ടാവുക എന്നുള്ള ഒരു ആകാംക്ഷ ഏതൊരു ശിഷ്യനും ഉണ്ടാവും.
നമ്മൾ അത്രയും സ്നേഹിക്കുന്ന, നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു ടീച്ചറുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ നടത്താൻ കാരണക്കാരനായിട്ടുള്ളത് അദ്ദേഹമാണെന്ന് പറഞ്ഞു. അന്ന് ഫോറമിലേക്ക് ഒരു മെസ്സേജ് ഫാദർ ഇൻ ലോ വഴി ലഭിച്ചതും പിന്നീട് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. എന്നെയും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. സെൻസായി സാർ അന്ന് അയച്ച എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം കൂടെ, ഒരു PDF-ന്റെ ബുക്കും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ. ആ ബുക്കും എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം അതിൽ അയച്ച എല്ലാ ആളുകൾക്കും അദ്ദേഹം ഒറ്റയ്ക്കാണ് അത് തിരിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ സ്റ്റാഫുകളൊന്നും ഇല്ല എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞപ്പോ എനിക്ക് വളരെ ബഹുമാനം തോന്നുകയും അദ്ദേഹത്തിന് ഗുരുവായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഇതിന് മുമ്പ് ഒരു മീറ്റിംഗ് ലഭിച്ചു. പിന്നീട് ഞാൻ ഒരാൾ സംസാരിച്ചു, സെൻസായി നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വരുമോ എന്ന് ചോദിച്ച ഒരു ചർച്ച നടന്നിരുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് സെൻസായി സാർ വന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ലോ ഓഫ് അട്രാക്ഷൻ എന്നല്ല, നമ്മൾ ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെന്തായാലും സംഭവിക്കുമെന്നുള്ളതിന്റെ ഒരു വ്യക്തമായ മറ്റൊരു തെളിവും കൂടെയാണ് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ മറ്റുള്ള ആളുകൾക്കൊക്കെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സെൻസായി സാറിനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. മുജീബ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചും കൂടെ പറയുന്നതിന് വേണ്ടിയിട്ട്. ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് മുമ്പ് ഞാൻ സെൻസായിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും 5:30 ഞങ്ങൾ മെഡിറ്റേഷനിലൂടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഓരോരോ ആളുകളായിട്ട് ക്ലാസ് എടുക്കാൻ ചെയ്യാറുള്ളത്. സാറിനെ വളരെ ഹാർദപൂർവ്വം ക്ഷണിക്കുന്നു. സെൻസായി സർ, the floor is yours. Hi, Saifu. Thank you very much. Mujib, absolutely fantastic performance. Beautiful. You just made me proud. Let me tell you that. നിങ്ങളുടെ സ്റ്റോറി, അത് കൂടാതെ നിങ്ങളെ ദുബായിലത്തെ എയർപോർട്ടിൽ നിങ്ങളെ വേർ ആർ യു റൈറ്റ് നൗ, അത് കൂടാതെ ജോൺ സി മാക്സ്വെലിന്റെ invaluable growth, connected the 8 points connected, your conclusion, amazing presentation, amazing. Thank you, sir. Story. I'm really proud of you. Thank you very much. Saifu, you're doing a fantastic job. ഞാൻ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സൈഫു യു ബ്രിങ് സാബിറ ടീച്ചർ, എനിക്കറിയാം സാബിറ ടീച്ചർ, ഓൾ ദോസ് പീപ്പിൾ, ഷമീറ ഫോർ എക്സാമ്പിൾ, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ദ വേ ദാറ്റ് you bring your community, നിങ്ങളുടെ ട്രൈബിനെ എങ്ങനെ വളർത്തിയെടുക്കുക. ഇന്നത്തെ 2020 ശേഷമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്, ഇപ്പം നമ്മൾ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ there are different ways of doing business. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് today is tribe business or community business, or what you call as ecosystem business. എക്കോസിസ്റ്റത്തിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഇന്ന് വളരാൻ പറ്റുള്ളൂ. എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ വളരാൻ പറ്റൂ. ആ ഒരു സിസ്റ്റമാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹാവിങ് എ കമ്മ്യൂണിറ്റി, ഗെറ്റിംഗ് ടുഗെദർ early in the morning and giving them something. ഞാൻ കേട്ടു, ഐ തിങ്ക് ഇറ്റ് വാസ് മെഡിറ്റേഷൻ്റെ പാർട്ട് ഞാൻ കുറച്ച് കേട്ടിരുന്നു. So Saifu, you are doing a great job. Congratulations to both of you and to everyone who's attending this. Thanks a lot. Thank you, Sansil. Thank you. Thank you, sir. സന്തോഷം വന്നതിലും പങ്കെടുത്തതിലും. ഇനി നമ്മളെ നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു അല്ലെ. നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, വേർ ആർ യു നൗ. നമുക്ക് വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, വേർ ആർ യു നൗ. അതേപോലെ തന്നെ വേർ യു വാണ്ട് ടു ബി, നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് വേർ ഐ വാസ്, ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരുപാട് കണ്ടന്റുകൾ, ഇഷ്ടം പോലെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ മെഡിറ്റേഷൻസിലേക്ക്, നമ്മുടെ അഫർമേഷൻസിലേക്കൊക്കെ നമുക്ക് ഒന്നുകൂടെ നീങ്ങാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം. സെൻസായി സാർ, വെരി താങ്ക് യു. ഞങ്ങളുടെ ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ടാവും. സാറിന് എന്തെങ്കിലും ബിസി ഉണ്ടെങ്കിൽ, ഒരുപാട് തിരക്കുള്ള ആളാണെന്ന് അറിയാം, സാറിന് ലീവ് ചെയ്യാനുള്ള പെർമിഷൻ കൂടെ ഞങ്ങൾ നൽകുകയാണ്. സാറിന് നിൽക്കുന്നെങ്കിൽ സന്തോഷമാണ്. സാറിന്റെ ബിസി ഉണ്ടെങ്കിൽ സാറിന് ലീവ് ചെയ്യാവുന്നതാണ്. ഇനി Q&A സെഷനും കമന്റ് സെഷനും പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു അഫർമേഷൻസ് കൂടെയാണ് ഉള്ളത്. താങ്ക് യു സർ. Thank you very much. Thanks a lot. Have a lovely day. ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ക്ലാസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിർബന്ധമായിട്ടും അറിയിക്കാം. മുബാറക് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? മുബാറക് കേൾക്കുന്നില്ല. ഹലോ, ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഈ അതിരാവിലെ തന്നെ നമ്മളൊരു ഈ കൂട്ടായ്മയിൽ കൂടി നല്ലൊരു ഇൻഫർമേഷൻ നമ്മളെ ഈ സമൂഹത്തിലെ സഹജീവികൾക്ക് പകർന്നു നൽകിയ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ നയിക്കുന്ന മുജീബ് സർ, ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്.
ഒത്തിരി ഇൻഫർമേഷൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആ പ്രതിസന്ധികളിൽ നിന്ന് അതമ്പതിച്ച് നിൽക്കാതെ അതിൽ നിന്നും വളരാൻ എനിക്ക് സാധിക്കും എന്നുള്ള മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങി ആ ഒരു ധൈര്യത്തോട് മുന്നോട്ട് ഇറങ്ങുകയും ആ ഒരു ധൈര്യത്തിൽ തന്നെ ഒരു മനസ്സിന്റെ നിലനിൽപ്പ് ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ഗ്രോത്തുകളും സംഭവിക്കുള്ളൂ എന്നുള്ളതോടുകൂടി അതിന് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്ത മുജീബ് സാറിന് ഒത്തിരി ഉയരങ്ങളിലേക്ക് ഇപ്പോൾ മനസ്സുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എല്ലാം കൊണ്ടും ഉയരങ്ങളിൽ എത്താൻ സാധിച്ചു. അതറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇത്തരം പ്രവർത്തനം നമ്മള് ചിലരൊക്കെ പറയണ കേൾക്കാറുണ്ട്, നമ്മൾ നിലവില് നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരൊക്കെ നമ്മളെ വിമർശിക്കുമ്പോഴും നമ്മളെ ഉന്നയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തളരാതെ മുന്നോട്ട് ഇറങ്ങി നമ്മളെ എന്ത് കാര്യം ചെയ്താലും വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, സ്വാഭാവികം. അതിൽ നിന്നൊന്നും തളരാതെ മുന്നോട്ട് നീങ്ങി നമ്മൾ നല്ല രീതിയിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. വരും നാളുകളിൽ ഇത്തരത്തിലുള്ള നല്ലൊരു ഇൻഫർമേഷൻ കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വരും നാളുകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നും ഇതിന് ഒരു അവസരം ഒരുക്കി നമ്മളെ ഈ ബിമജിക്കൽ ഫൗണ്ടറായ സേഫ് സാറിനും ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഇതായ സാറിനെയും അതിനെ അഭിനന്ദിക്കുകയാണ്. ഒരു ടെക്നിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് നീങ്ങാൻ സാധിച്ചതിൽ സന്തോഷം. ഈ 20 നാളുകളിലും പങ്കെടുക്കാനും എല്ലാവർക്കും നല്ല രീതിയിൽ വളരാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്നും, ഒരു വിത്ത് വിതച്ച് ആ വിത്ത് നനച്ച് വളവും ഒഴിക്കുമ്പോഴാണ് ആ വിത്ത് ഒരു വലിയൊരു വൃക്ഷമായി മാറുന്നത്. അതുപോലെ ഒരു വലിയൊരു വൃക്ഷമായി നമ്മുടെ ഈ കമ്മ്യൂണിറ്റി മാറട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒത്തിരി പേർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തണലേകി ഈ കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വരും നാളുകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരുമിച്ച് നല്ല രീതിയിൽ വളരാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മുബാറക് സാർ. നിങ്ങളെ മരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്താണ്, ഇന്ന് അല്ലെ ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പറ്റുന്ന ആളുകളൊക്കെ ഒരു തൈ നടാൻ ശ്രമിക്കുക എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യാണ്. തൈ നട്ട് നിങ്ങൾ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കുന്ന, അടുത്ത ആൾക്ക് മൈക്കാൻ്റെ മുജീബ് സാറുടെ ആ ഒരു പ്രസന്റേഷൻ മേക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന നല്ലൊരു സമയം എടുത്തിട്ടുണ്ടാവില്ല. ഒരു ദിവസത്തെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. പക്ഷെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിൽ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞത് അത് വളരെ ബുദ്ധിമുട്ടേറിയ സംഭവമാണ്. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ പറയും. അപ്പോ എനിക്ക് അത്ഭുതം തോന്നി, ഒരു 40 മിനിറ്റ് കൊണ്ട് ഒരുപാട് ഞാൻ ഓരോ സംഭവം കഴിയുമ്പോൾ ഇത്ര വരെ ഉണ്ടാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് സ്ലൈഡുകൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നി. ഒരു സെൻസായിയുടെ ശിഷ്യൻ തന്നെ അഭിമാനപൂർവ്വമാണ്. സെൻസായി ഒരു പ്രോഗ്രാം അവതരിക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആക്കാറുണ്ട്. പങ്കെടുത്ത ആൾക്ക് പറയാം ടപ്പടപ്പടപ്പടപ്പ സ്ലൈഡ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, കമന്റ് യെസ് കമന്റ് കമന്റ് ചെയ്യണം. നമുക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്നും പോകുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫാസ്റ്റ് എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമാണ്. പിന്നെ നിങ്ങൾക്ക് സെൻസായി അറിയാത്ത ആൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇൻട്രാവേർട്ട് കാറ്റഗറി വരുന്ന ആളാണെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസന്റേഷനിൽ എനിക്ക് തോന്നില്ല. നമുക്ക് എവിടെയും നമുക്ക് മാറാൻ പറ്റുന്നതിന്റെ മറ്റൊരു തെളിവും കൂടെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറി തന്നെ വലിയൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഒരിക്കലും അത് പറയാം. അപ്പോ ആ പ്രസന്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന രീതിയെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ്. ബാക്കിയുള്ള ആളുകൾക്ക് അനുകരിക്കാവുന്നതാണ്. നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാൻ മുമ്പ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രസന്റേഷൻ ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ നമുക്കത് വളരെ നല്ല രീതിയിൽ ഒരു കാര്യങ്ങളും വിടാതെ എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ട് വളരെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ ബാക്കിയുള്ളവർക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക കൂടെ മുജീബ് സാർ എന്നിവിടെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. എനിക്കടക്കമുള്ള ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. അല്ലെങ്കിലും എന്റെ പ്രസന്റേഷൻ ഇപ്പോ ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്റെ പ്രസന്റേഷന്റെ സ്റ്റൈല് അത് മുജീബ് സാറിന്റെ ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഐഡിയ കിട്ടിയത്. അന്ന് ഇതിനു മുമ്പ് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് വെച്ചു. അപ്പൊ അതിനെ അഭിനന്ദിക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായി. രഞ്ജിത്ത് സാറ് അതേപോലെ വേറെ ആരൊക്കെയാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായി സംസാരിക്കാവുന്ന. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മാജിക് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എന്തായാലും വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡേ ഇന്ന് തന്ന ആദ്യം തന്നെ സേഫ് സാറിനും മുജീബ് സാറിനും സെൻസായിക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം സെൻസായിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാനൊരു മാർഷൽ ആർട്സ് ട്രെയിനർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെൻസായിനിലേക്ക് നമ്മൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ പുള്ളിയുടെ ആ ഒരു സ്പീഡ്, ആ ഒരു പവർ, ഒരു ഐ പവർ ഉണ്ട്, ഒരു ഐ കോണ്ടാക്ട് ഉണ്ട് പുള്ളിക്ക്.
അപ്പൊ അത് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും. നമുക്ക് അതിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കായി പോകും. അതൊരു ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു പവറാണ്. എനിവേ അതുകൊണ്ട് തന്നെ പുള്ളീനെ ഇപ്പോ ഈ ഒരു സമയത്ത് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അത്രയധികം സൈദ് സാർ പറഞ്ഞ പോലെ അത്രയധികം സന്തോഷമാണ്. ഞാൻ മുമ്പ് എപ്പോഴും നമ്മൾ ഇതേപോലെ വിഷയവൈശേഷം ചെയ്തതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിക്ക് തന്നെ വേണ്ടി നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ മുജീബായിട്ട് വേറൊരു അനുഭവം ഉണ്ടായി, അതുകൂടി ഞാൻ പങ്കുവെക്കാം. ഞാൻ ജസ്റ്റ് സ്റ്റക്ക് ആയിപ്പോയി ഇന്നലെ. മീൻസ് നമ്മളെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ തീരുമാനം എടുക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ 1-2 കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരികയും നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തയും ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ കോഴിക്കോട് നിന്ന് സൗദിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സൗദി എയർവേസിൽ പോവാം. സൗദി എയർവേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. പിന്നെ പെട്ടെന്ന് കരിപ്പൂരിൽ നിന്ന് സൗദിയിലെത്തും. ബട്ട് നമുക്കൊരു വെള്ളം കൊടുക്കണമെങ്കിൽ വരെ 5 റിയാൽ അവർക്ക് കൊടുക്കണം. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈ എമിറേറ്റ്സ് ആണുള്ളത്, ദുബായിന്റെ എയർവേസ് ആണ്. അത് നമുക്ക് ദുബായിൽ പോയി അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് സൗദിയിലെത്തുള്ളൂ. അപ്പൊ കുറച്ച് ടൈം ലാഗ് ഉണ്ട്. ബട്ട് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക അനുഭവമാണ് ഫ്ലൈ എമിറേറ്റ്സിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ചങ്ങാതി അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് പറയാം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസങ്ങൾ നമുക്കറിയാം, എങ്ങനെ പോകണം, ഇതിങ്ങനെയൊക്കെയാണ് പോണതെന്ന്. പക്ഷെ ഏത് തെരഞ്ഞെടുക്കണം എന്ന് നമ്മൾ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് നമ്മൾ സുഹൃത്ത് പറയാണ്, ഓക്കെ രജിത്, നീ ഒരു കാര്യം ചെയ്തോളൂ, ഫ്ലൈ എമിറേറ്റ്സിൽ പോയിക്കോളൂ. ബിക്കോസ് ഇത് നമ്മൾ ലൈഫിൽ 1-2 തവണ ഗൾഫിലേക്ക് പോവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ലാവിഷായിട്ട് പോയിട്ട് വരും. അത് നല്ലൊരു അനുഭവമായിരിക്കും. കുറച്ച് സമയം പോയാലും വളരെ നല്ലൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടും. അതിൽ പോകുന്നതാണ് ബെറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. അതേപോലെ ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് വേണ്ടി നമ്മൾ അതിലേക്ക് പുഷ് ചെയ്ത് നമുക്കൊരു കറക്റ്റ് ഡയറക്ഷൻ പറഞ്ഞിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്നലെ മുജീബ് സാറെ ബന്ധപ്പെട്ടു. അപ്പൊ അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഒരു മാർഗനിർദ്ദേശിയായി, പലർക്കും ഒരു വഴികാട്ടി ആവാൻ താങ്കൾക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിവേ താങ്ക് യു. താങ്ക് യു റീ സാർ. നെക്സ്റ്റ് ആളുകൾക്ക്. മാജിക് മോർണിംഗ്. മുജീബ് സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വാക്കുകളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു. നമ്മുടെ സമയത്തിനെ എങ്ങനെ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ എത്തിച്ചേരാം, നമ്മൾ എങ്ങനെ തുടങ്ങണം, എങ്ങനെ ക്രോഡീകരിക്കണം എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലെ ഇൻസിഡന്റൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്റൻഷൻ ലേണിംഗ്, അതുപോലെ തന്നെ നമ്മൾ കൃത്യമായ ധാരണ എങ്ങനെ ഉണ്ടാക്കാം, ഇത്തരം കാര്യങ്ങളിലൂടെ ഒത്തിരി മോട്ടിവേറ്റഡ് ആയിട്ടാണ് ക്ലാസ് എടുത്തത്. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു എനർജി ചോരാതെ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി മോട്ടിവേറ്റഡ് ആയി. ഇന്ന് രാവിലെ തന്നെ ഇത്രയും നല്ല ഒരു വണ്ടർഫുൾ ക്ലാസ് തന്ന മുജീബ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, മാജിക് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ മുജീബ് സാറ് ക്ലാസ് നമ്മളൊക്കെ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നലെ സാറ് ആ രീതിയിലുള്ള ഒരു മെസ്സേജും അതേപോലെ ഒരു നല്ല രീതിയിലും പിന്നെ അതേപോലെ സൻസാരി സാറെ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ് നമ്മൾ ഏവരും ഊർജ്ജസ്വലമായിട്ട് കാത്തിരുന്ന സമയത്ത് തീർച്ചയായിട്ടും സാർ ആ ക്ലാസ് ഇപ്പൊ സേഫ് സാറ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയാണ് അല്ലെ. ഞാൻ ആദ്യം ഇത് സാർ ഇനി എന്താ പറയാ സ്ലൈഡ് തന്നെ അല്ലേ അതോ സ്ലൈഡ് ഷെയറിംഗ് ആണോ, ഒരു വീഡിയോ കാണുന്നത് പോലും ഓരോ സെക്കൻഡിൽ പോലും സാറിന്റെ കൈകൾ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ഓരോ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഇതില് സാറ് ആ ഓരോ കഥകൾ അല്ലെങ്കിൽ സാറ് ദുബായിൽ നിന്ന് കോഴിക്കോട്ടെ അല്ലെങ്കിൽ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് വരുമ്പോൾ ആ ഓരോ നിമിഷവും നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നത് പോലെ ആ ഓരോ കാര്യങ്ങളും നമുക്ക് നേരിട്ടുള്ള ഒരു അനുഭവം പോലെ നമ്മളെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള ഒരു കുറച്ച് ദിവസങ്ങളിൽ ഇപ്പൊ മറ്റത് നമ്മൾ ചിലപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ സാർ എടുത്ത ക്ലാസ് ചിലപ്പോൾ കേട്ടിട്ട് പെട്ടെന്ന് മറക്കും, അല്ലെങ്കിൽ അത് ഓർമ്മയിൽ കൂടുതൽ തങ്ങിക്കൂല. അപ്പൊ നമുക്കതൊരു കേൾവിന്റെ അപ്പുറം നമുക്കൊരു കണ്ടുകൊണ്ട് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് സീക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും. അതേപോലെ നമുക്കറിയാം
ആ ഒരു ഫ്ലുവന്റ് ഒരു പുഴ ഒഴുകുന്നത് പോലെ ആ ഒരു രീതിയിലായിരുന്നു സാറെ ക്ലാസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ മോർണിംഗ് ഈഗിൾസിലെ ഒരു ലീഡർ എന്ന നിലയിൽ സാർ ഞങ്ങളെ ഒരു എന്താ പറയാ ആ ഒരു ഇതിലെ ലീഡർ എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും ആ ഓരോ ക്ലാസ്സിലും ഇപ്പൊ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്, സേഫ് സാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ് ലേണിംഗും അതേപോലെ ഇന്റൻഷണൽ ലേണിംഗിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും. അപ്പൊ അതൊക്കെ ഒന്നുകൂടെ ഓർത്തെടുക്കാനും അതിന്റെ പല രീതിയിലുള്ള അതിന്റെ ഒരു അവസ്ഥാന്തരങ്ങളൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതൊക്കെ അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോഴുള്ള ഒരു സംഭവമാണ് കൂടി സാർ ജീവിതത്തെ കുറിച്ച് കൂട്ടി പറഞ്ഞപ്പോ നമുക്ക് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടിയുള്ള ഒരു സംഭവം കൂടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം നമ്മളും അതേ രീതിയിലുള്ള ഒരു ആക്സിഡന്റൽ ലേണിംഗിലൂടെ വരുന്ന പല കുട്ടികളും ഇപ്പൊ നമ്മളെ അനിയന്മാരായിട്ടുള്ള നമ്മളെ ചേട്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നമ്മളെ കുടുംബക്കാരായുള്ള നമുക്ക് അറിയാൻ പറ്റും. പലപ്പോഴും പല കുട്ടികൾക്കും അറിയാത്തൊരു സംഭവമാണ് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതിന്റെ കറക്റ്റ് ഉള്ള ഒരു ഇന്റൻഷണൽ ലേണിംഗ് എന്നുള്ളത് തന്നെ പറയാം. അത് അറിയില്ല, ഇപ്പോഴും അറിയാത്തവരുണ്ട്. അപ്പൊ അതിനൊക്കെ ഇപ്പൊ സേഫ് സാറെ പോലെയുള്ള ബാക്കി ഓരോ ആൾക്കാരും ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. കാരണം അവരെയൊക്കെ എങ്ങനെയൊക്കെ ഈ ഒരു കറക്റ്റ് ലേണിംഗിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസ്റ്റിനേഷൻ കറക്റ്റ് എങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതിലേക്ക് കറക്റ്റ് എത്തിക്കുന്നതിലേക്ക് അവരൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും മുജീബ് സാറിനും ആ രീതിയിൽ ഇപ്പൊ സൈഫു സാറെ പോലെ അല്ലെങ്കിൽ സെൻസാരിയെ പോലെ ബാക്കിയുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ സാറിനോട് എന്ത് ചോദിച്ചാലും നമ്മളെ ജീവിതത്തിൽ എവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉത്തരം നൽകാൻ പറ്റുന്ന രീതിയിലേക്ക് മുജീബ് സാർ വളരട്ടെ, ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ഇതിലേറെ നല്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ടു മാജിക് മോർണിംഗ് മുജീബ് സാറേ. മുജീബ് സാറേ, ക്ലാസ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ചു കാലമായി ഈ എയർപോർട്ടിലും അതേപോലെ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് അവിടെയൊക്കെ ഒന്ന് പോയി ആ ഗേറ്റ് നമ്പർ 4 ആ നമ്പറൊക്കെ ഫ്ലൈറ്റിന്റെ നമ്പറൊക്കെ ഒന്ന് കണ്ട് ഞാൻ കോഫി ഷോപ്പ് ഇവിടെ തരികയായിരുന്നു ആ എയർപോർട്ടില്. 3 മണിക്കൂർ സമയം ഉണ്ടായി. 2 മണിക്കൂർ സമയമുണ്ട്. കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഒരു എയർപോർട്ടിന്റെ ആ ഒരു ഫീലിംഗ് വളരെ കറക്റ്റ് ആയിട്ട് കിട്ടി. കുറെ കാലമായി ഇപ്പൊ എയർപോർട്ടിലൊക്കെ പോയിട്ട്. അപ്പൊ ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നല്ല അറിവുകളാണ്. ഒരു വ്യക്തമായ മാർഗരേഖ ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. സാറിന്റെ വാക്കുകളിലൊക്കെ ഒരു വ്യക്തമായ ഒരു മാർഗരേഖ ഉണ്ടായിരുന്നു. ഇന്നലെ എവിടെയായിരുന്നു, ഇന്ന് എവിടെയാണ്, നാളെ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു മാർഗരേഖ ഉണ്ടായിരുന്നു ആ ഒരു സ്പീക്കിങ്ങില്. നല്ലൊരു അവതരണ ശൈലി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുഴ ഒഴുകുന്ന പോലെ ഒരു ശൈലിയിലൂടെ പോയി വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. താങ്ക് യു, വളരെ നന്ദി സാർ. ബാക്കിയുള്ള ആളുകൾ നമുക്ക് നമ്മളെ മെഡിറ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ഇതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് മുജീബ് സാറിന് പേഴ്സണൽ ആയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കുകൾ ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോ ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ മാർഗനിർദ്ദേശം നൽകാം അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ഇതേപോലെ ക്ലാസ് എടുക്കാൻ വരിക. എന്നും പറയുന്നത് പോലെ മുജീബ് സാറ് പറഞ്ഞ ഒരുപാട് പോയിന്റ്സിൽ നിങ്ങൾക്ക് അതൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഗ്രോ, അദ്ദേഹം കുറെ ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ അദ്ദേഹം നമ്മളെല്ലാവരോടും നല്ലൊരു ചോദ്യം ചോദിച്ചു. അറിവ് ഒരുപാട് ആളുകൾക്ക് അറിവുണ്ട്, അതുകൊണ്ട് അവർ വിജയിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നോ 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 എന്ന് കമന്റ് ചെയ്തു. അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ, ലഭിച്ചിരിക്കുന്ന അറിവുകൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന്. ഇതുപോലെ പ്രസന്റേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നാളെ നിങ്ങളും ക്ലാസ് എടുക്കുക. മറ്റൊരു വലിയൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആരും, അതിന്റെ ഒരു റൈറ്റ് എക്സാമ്പിൾ ആണ്. ഇന്നലെ രാത്രി 10:40 വരെ സെൻസായി എന്നൊരാൾ ഈ ക്ലാസ്സിൽ വരുന്നതിനെ കുറിച്ചിട്ട് ഞാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ സെൻസായി ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ എന്ന്. ഞാനത് ഡിസ്കസ് ചെയ്തത് ഒരു 2 വീക്ക് ആകോ ആണ് ഞാൻ ഷമീറ മാം ഡിസ്കസ് ചെയ്തത്. ഷമീറ മാം പറഞ്ഞു അറിയില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിചാരിതമായിട്ട് ഇന്ന് മോർണിംഗിൽ തന്നെ നമുക്ക് സെൻസായി വന്നു. അപ്പോ ഞാൻ ഇന്നലെ ചെയ്ത പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പോസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ കിടക്കുന്ന റൂമിന്റെ അവിടെ ഒരു 2 ഡോറുണ്ട്, ഞാനവിടെ താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഡോറിൽ ഞാനിങ്ങനെ എനിക്ക് വേണ്ട ആളുകളെ, പിന്നെ നെക്സ്റ്റ് ഒരാൾ ജയസൂര്യ ഉണ്ട്, അതേപോലെ തന്നെ സെൻസായി ഉണ്ട്, ഞാൻ വായിക്കേണ്ട പുസ്തകങ്ങൾ, അങ്ങനെ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ആ ഫോട്ടോ ആണ് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത്. കാരണം ഞാൻ എല്ലാ ദിവസവും സെൻസായെ കാണാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ സെൻസായെ കാണാറുണ്ട്. സെൻസായെ കാണാത്ത ദിവസമല്ല. കാരണം ഞാൻ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ താമസിക്കുന്ന ദിവസങ്ങളിലൊക്കെ എന്റെ റൂമിൽ സെൻസായുടെ ഫോട്ടോ ഉണ്ട്.
ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് നമ്മുടെ ലൈഫിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ മറ്റൊരു എക്സാമ്പിൾ, ലൈഫ് എക്സാമ്പിൾ കൂടെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഹൗ ദാറ്റ്സ് ഹാപ്പൻ, അതെങ്ങനെ സംഭവിക്കാന്ന് അറിയില്ല, പക്ഷെ ദാറ്റ്സ് വിൽ ഹാപ്പൻ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞോളൂ സാർ, പറഞ്ഞു. ഞാൻ ഒരിക്കലും തന്നെ സെൻസിയായി വരുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. ഇന്നലെ നമ്മളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. എൻ്റെ ഒരു കോച്ചിങ് സെഷന്റെ അവസാനത്തെ പാർട്ടിലെ പിന്നെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസന്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, പിന്നെ സെൻസി ഒന്ന് നാളെ എൻ്റെ ഒരു ആദ്യത്തെ പ്രോഗ്രാമാണ്, എൻ്റെ ലൈഫിലെ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഇത്, ആദ്യത്തെ പ്രോഗ്രാമായിരുന്നു. ഇതിന്റെ മുൻപ് ഒരിക്കലും തന്നെ ഞാൻ നടത്തിയിട്ടില്ല. ഇതിന്റെ മുന്നേ കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മളൊരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൽ ഒരു 6 പേരുള്ള ഗ്രൂപ്പിൽ വളരെ യാദൃശ്ചികമായിട്ട് ആ ഒരു ഇൻഫർമേഷൻ ഞാൻ നമ്മൾ ഈ ഫ്ലോറിലും വെച്ചിരുന്നു. അതുകൊണ്ട് സേഫ് സാർ അതേപോലെ മുബാറക്ക് അതേപോലെയുള്ള കുറച്ച് ആൾക്കാരെ അതിൽ കയറി വന്നു. അല്ലാണ്ട് ഒരിക്കലും തന്നെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ സെൻസിനോട് ഞാൻ പറഞ്ഞു, സെൻസിക്കരെ പിന്നെ നാളെ എൻ്റെ ഒരു ഫസ്റ്റ് പ്രോഗ്രാമാണ്, സൗകര്യപ്പെടാണ് വരുക. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വരുന്നു ഞാൻ ഒരിക്കലും. അപ്പൊ ഞാനൊരു വാട്സപ്പ് ഒരു മെസ്സേജ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് ഓക്കെ ഞാൻ വരാന്ന്. അതോടുകൂടി സത്യം പറയുകയാണെങ്കിൽ എന്റെ ടെൻഷൻ ഒന്ന് കൂടിയെന്നല്ലാണ്ട് അങ്ങനെ ഒരു ഇതല്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സെൻസിന്റെ മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹമാണ് എന്നെ ഈ രീതിയിൽ സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചത്. 2 മിനിറ്റ് പോലും എനിക്ക് സംസാരിക്കാൻ, കൃത്യമായി സംസാരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടാത്ത ഈ രീതിയിലേക്ക് എന്നെ മാറ്റി. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ ഏപ്രിൽ വരെ എനിക്ക് ഡെയിലി ഇച്ചിട്ട്, എനിക്ക് നല്ല നമ്മളെ ഗ്രൂപ്പിൽ ഡെയിലി ഇച്ചിട്ട് അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റുകളും ഓരോരോ ക്ലാസ്സുകളും നമ്മൾ അത്രമാത്രം മോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കഴിയുന്നതാണ്, ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കും അത്തരത്തിൽ വളർന്നു വരുവാൻ സാധിക്കുന്നതാണ്. കാരണം സ്ഥിരമായ രീതിയിൽ നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കാണുവാൻ തയ്യാറാവുന്നെങ്കിൽ ഇത് എനിക്ക് പഠിക്കണം, അതില്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ സത്യത്തിൽ ഇത് ഏകദേശം ഞാൻ ഫസ്റ്റിൽ സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ 170 സ്ലൈഡ് ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി 136 സ്ലൈഡിലേക്ക് മാറ്റി. അപ്പൊ എൻ്റെ ഒരു സംശയം, ഇത് എൻ്റെ ഈ ടൈമിന്റെ ഉള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പരമാവധി കുറച്ച് ഇന്നലെ രാത്രി ഏകദേശം അറിയണമെങ്കിൽ ഒരു 11:50 വരെ ഇതിന്റെ മുകളിൽ പണിയെടുത്തു. അതിനുശേഷം നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട ഷുഹൈബിന് ഞാനൊരു മെസ്സേജ് ചെയ്തു, അതുപോലെ സേഫ് സാറിന് മെസ്സേജ് ചെയ്തു, നാളെ കാലത്ത് തന്നെ ഒന്ന് വിളിക്കണുണ്ട്, ഒരു പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയാൽ ആകെ കൊളായി പോകുന്നത്. പക്ഷെ സെയിം ടൈമിൽ പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ ഈ സന്ദർഭത്തിൽ ഷുഹൈബിനെ ഞാൻ വളരെ അധികം അഭിനന്ദിക്കാം. മൂപ്പർ പറഞ്ഞ അതേ സമയത്ത് തന്നെ എന്നെ വിളിച്ചു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. താങ്ക് യു മുജീബ് സാർ. അപ്പൊ നമ്മള് മെഡിറ്റേഷനിലേക്ക് പോവാണ്. എന്നിട്ട് നിങ്ങൾക്ക് സമയമുള്ളവർക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മള് ജോസ് തെറ്റൂർ സാറിന്റെ തന്നെ ആ ഒരു 5 സെൻസ് മെഡിറ്റേഷൻ ആണ്, അതിലേക്ക് പോവാം തൽക്കാലം. പിന്നെ ഇത് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങളുടെ ഹെൽത്തും കൂടെ ഒന്ന് ആ മെഡിറ്റേഷന്റെ അവസാനത്തിൽ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഹെൽത്തും കൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഹെൽത്തി ആയിട്ടും കൂടെ ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാം. അപ്പോ ഞാനത് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡി ആയിരിക്കുക. ഐ എം ജോസ് തച്ചിൽ. നിങ്ങൾക്കെല്ലാം സന്തോഷവും ശാന്തിയും ഐശ്വര്യങ്ങളും സമാധാനവും നേരുകയാണ്. നമ്മൾ 5 സെൻസസ് മെഡിറ്റേഷനിലൂടെ കടന്നു പോവുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നല്ല ഓർമ്മശക്തി കൂട്ടാനും ഏകാഗ്രത കൂട്ടാനും പഞ്ചേന്ദ്രിയങ്ങളെ നന്നായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്ന നല്ലൊരു മെഡിറ്റേഷനാണ്. നാം നേരെ മെഡിറ്റേഷനിലേക്ക് കടക്കുകയാണ്. കണ്ണുകളടച്ച് കൈകൾ മടിയിൽ മലർത്തി വെച്ച് നട്ടൽ നിവർത്തിയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിളായ പൊസിഷനിൽ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാവുന്നതാണ്. കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക. സാവധാനം ശ്വസിക്കുക, സാവധാനം ശ്വസിക്കുക, സാവധാനം ശ്വസിക്കുക, സാവധാനം ശ്വസിക്കുക. സന്തോഷം ശാന്തി ഉള്ളിലേക്ക് ശ്വസിക്കുക. ഉള്ളിലെല്ലാ അസ്വസ്ഥ ചിന്തകളും പുറത്തേക്ക് ഉച്ഛ്വസിച്ച് നിർവീര്യമായി പോകട്ടെ. ഹാപ്പിനെസ്, സന്തോഷം ഉള്ളിലേക്ക് ശ്വസിക്കുക.
ഉള്ളിലെല്ലാ ടെൻഷനും സ്ട്രെസ്സും അസ്വസ്ഥ ചിന്തകളും പുറത്തേക്ക് ഉച്ചസിച്ച് നിർവീര്യമായി പോകട്ടെ. ഇപ്പോൾ തലയിലെല്ലാം നെർസും പൂർണ്ണമായും അയഞ്ഞ് ശാന്തമാകുന്നു. നെറ്റിത്തടത്തിലെല്ലാം നെർസുമായി ശാന്തമാകുന്നു. കൺപോളകളിലെല്ലാം നെർസുമായി ശാന്തമാകുന്നു. മുഖത്തെ മാംസപേശികൾ അയഞ്ഞ് ശാന്തമാകുന്നു. കഴുത്തിലെയും കൈപ്പേരയിലെയും ചെസ്റ്റിലെയും ഉദരഭാഗത്തെയും എല്ലാ മസിൽസുമായി ശാന്തമാകുന്നു. ചെസ്റ്റിലെയും ഉദരഭാഗത്തെ എല്ലാ മസിൽസുമായി ശാന്തമായിരിക്കുന്നു. ബാക്ക് സ്പൈനും അതിന് ചുറ്റുമുള്ള എല്ലാ മസിൽസും അതിന് ശാന്തമായിരിക്കുന്നു. 2 കാലുകളിലും പെരുവിരൽ വരെ എല്ലാ മസിൽസുമായി ശാന്തമായിരിക്കുന്നു. തല മുതൽ പെരുവിരൽ വരെ ശരീരത്തിൻ്റെ എല്ലാ മസിൽസും അയഞ്ഞ് ശാന്തമായിരിക്കുകയാണ്. വളരെ നല്ല ശാന്തത, വളരെ നല്ല സന്തോഷം നിറയുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും ശാന്തി ലയിച്ചിരിക്കുകയാണ്. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന പഞ്ഞി കണക്കെ ഭാരമില്ലാതാവുകയാണ്. ശരീരവും മനസ്സും പൂർണ്ണമായും ഭാരമില്ലാതായി മാറുകയാണ്. വളരെ നല്ല ശാന്തത. ഈ ശാന്തതയിൽ ലയിച്ചിരിക്കുക. ഒന്നാം ഒരു മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ വിവിധ വർണ്ണങ്ങളുള്ള മനോഹരമായ പുഷ്പങ്ങളെ കാണാം. ചുമന്ന റോസാ പുഷ്പങ്ങളെ കാണാം, വെള്ള റോസാ പുഷ്പങ്ങളെ കാണാം, മഞ്ഞ റോസാ പുഷ്പങ്ങളെ കാണാം. അവയുടെ സ്മെല്ല് നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലൂടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഫീൽ ദ സ്മെൽ. മനോഹരമായ പുഷ്പങ്ങൾ ആവോളം ആസ്വദിക്കുക. കണ്ണുകൾ മനോഹാരിത ലയിച്ചിരിക്കട്ടെ. തൊട്ടപ്പുറത്ത് മുല്ലപ്പൂക്കളുടെ തോട്ടമുണ്ട്. മുല്ലപ്പൂക്കൾ, മനോഹരമായ മുല്ലപ്പൂക്കൾ വെള്ള വിരിച്ച പോലെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ സ്മെല്ല് നമ്മളുടെ നാസാരന്ധ്രങ്ങളിലൂടെ കടന്നു വരികയാണ്. നല്ല സ്മെൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ തോട്ടത്തിലെ കിളികളുടെ പാട്ട് കേൾക്കാം. ശരിക്കും ശ്രദ്ധിക്കുക. ശരിക്കും ശ്രദ്ധിച്ചാൽ കിളികളുടെ പാട്ട് കേൾക്കാനാകും. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെറുനാരക ചെടിയിലേക്ക് നോക്കുമ്പോൾ പഴുത്ത് നിൽക്കുന്ന ചെറുനാരങ്ങയെ കാണാം. ആ ചെറുനാരങ്ങ ഒരെണ്ണം പറിച്ചെടുത്ത് കയ്യിലിട്ടൊന്ന് ഉരുട്ടി ഉടച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചെറുനാരകത്തിൽ സ്മെല്ല് വരുന്നുണ്ട്. അത് 2ആയി പിളർത്തി, അവിടെ നിന്ന് കത്തി കൊണ്ട് 2ആയി പിളർത്തി ഒരു കൊളുപ്പ് വായിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുകയാണ്. ആ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ആ പുളി നമ്മുടെ നാക്കിൽ വന്നിട്ട് അത് ശരീരം മുഴുവൻ കുളിരിന് കയറുകയാണ്. അത് വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. ഭയങ്കര വെള്ളം വരികയാണ്. ശരിക്കും വീണ്ടും പിഴിഞ്ഞ് ആ പുളിരസം നാവിലേക്കൂടെ നുണഞ്ഞിറക്കുകയാണ്. ശരിക്കും ഫീൽ ചെയ്യുകയാണ്. നന്നായിട്ട് ഫീൽ ചെയ്യുക. ആ പുളിരസം ഫീൽ ചെയ്യുകയാണ്. ശരീരത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അവിടെ നിന്ന് നാം ആ ഗാർഡനിൽ നിന്നും വയ്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കായലിലേക്കാണ് നാം പോകുന്നത്. ആ മണലാരണ്യത്തിലൂടെ ചെരുപ്പില്ലാതെ നാം നടക്കുകയാണ്. ചെരുപ്പില്ലാതെ നടക്കുമ്പോഴേക്കും കാലിൽ മണൽ കുത്തിക്കൊള്ളുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ആ നമ്മുടെ കാലിൻ്റെ അടിയിൽ ശരിക്കും കുത്തിക്കൊള്ളുന്ന ഫീലിംഗ് ഉണ്ട്. അതാ നാം വീണ്ടും നടന്ന് ആ കരയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആ ബീച്ചിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങി അല്പം മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴത് അവിടെ അകലെ നിന്നും ഒരു 5 മല കണക്കെ തിരമാല ആഞ്ഞടിച്ച് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കാലുകളെ ടച്ച് ചെയ്ത് നമ്മുടെ മുട്ടുകാല് വരെ കയറുകയാണ്. ആ വെള്ളം അടിച്ച് കയറുകയാണ്. നമ്മുടെ മുഖത്തൊക്കെ തെറിക്കുന്നുണ്ട്. ഫീൽ ചെയ്യുകയാണ്. കയ്യിലൊക്കെ നല്ല രസമായിട്ട് വന്നു. അത് ആ വെള്ളം വീണ്ടും നമ്മുടെ ഇറങ്ങി പോവുകയാണ്. ഇറങ്ങി പോകുമ്പോഴേക്കും കാലിൻ്റെ അടിയിലെ മണൽത്തരി പോലും ഇളകി പോകുന്നതാണ്. കാല് താണു പോവുകയാണ്. അത് അകലേക്ക് ഇറങ്ങി വന്നു. അതാ വീണ്ടും അങ്ങനെ കാണാം. വീണ്ടും അടുത്ത തിരമാല അതിങ്ങനെ അലയടിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ കാലുകളെ തഴുകി മുട്ടുകാലിന് മുകളിൽ വരെ കയറിയിരിക്കുകയാണ്. അത് ആ വെള്ളം തെറിച്ച് മുഖത്തും തലയിലൊക്കെ ഫീൽ ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി അത് ഇറങ്ങി പോവുകയാണ്. കാലിൻ്റെ അടിയിൽ നിന്നും മണൽ ചോർന്നു പോകുന്ന പ്രതീതി ഒരിക്കൽ കൂടി കാണാം. അങ്ങകലിൽ നിന്നും അലയടിച്ച് വരുന്ന തിരമാല നമ്മുടെ കാലുകളെ തലോടി നമ്മുടെ കാൽമുട്ടിന് മുകളിലേക്ക് നനഞ്ഞ ഫീലിംഗ് ശരിക്കും ഫീൽ ചെയ്യുകയാണ്.
മുഖത്തേക്ക് വെള്ളം തെറിക്കുന്നുണ്ട്. നല്ലൊരു ഫീലിംഗ്. അതാ വെള്ളം താണുപോയി ആ അടിയിലുള്ള മണൽ കാലിൻ്റെ അടിയിൽ നിന്നും പോകുന്നത് ശരിക്കും ഫീൽ ചെയ്യുകയാണ്. വളരെ സന്തോഷപ്രദമായ ഒരു അനുഭവത്തിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. ഏറ്റവും മനോഹരമായൊരു നിമിഷം. ശാന്തമാവുക, ആ ഹാപ്പിനെസ്സിൽ നിറഞ്ഞിരിക്കുക, സന്തോഷത്തിൽ നിറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് മനോഹരമായ കുട്ടിക്കാലത്തോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായ ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള ഒരു അനുഭവത്തെ ഓർക്കാം. അത് ലയിച്ചിരിക്കാം, അതിൻ്റെ സ്വരം കേൾക്കാം, അത് എൻ്റെ എല്ലാ ഫീലിങ്ങോടും കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണ്, അത് റീലീവ് ചെയ്യുകയാണ്, വീണ്ടും ആ സന്തോഷത്തിൽ ജീവിക്കുകയാണ്. അന്നുണ്ടായിരുന്ന എല്ലാ സന്തോഷ അനുഭവങ്ങളും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിൽ നിറയുകയാണ്. ബ്രെയിനിലും 3 മനസ്സുകളിലും സെല്ലുകളിലും ഈ സന്തോഷം അലയടിക്കുകയാണ്. ആ സന്തോഷം നിങ്ങൾ നിറയുകയാണ്. പൂർണ്ണമായും ആ സന്തോഷത്തിൽ ലയിച്ച് സന്തോഷം നിറഞ്ഞ് പൂർണ്ണമായും ആ സന്തോഷത്തിൽ ലയിച്ചിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങൾ നിറഞ്ഞ് ഓരോ സെല്ലുകളിലും മനസ്സുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഒരു സന്തോഷാവസ്ഥ നിങ്ങൾ നിറയുകയാണ്. സാവധാനം ശ്വസിക്കുക, സാവധാനം ഉച്ഛ്വസിക്കുക. ഇപ്പോൾ നിങ്ങളിൽ വളരെയധികം സന്തോഷം നിറഞ്ഞിരിക്കുന്നു, ശാന്തി നിറഞ്ഞിരിക്കുന്നു. ഹാപ്പിനെസ് നിങ്ങളിൽ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാൻ, നിരുപാധിക സ്നേഹം, അൺകണ്ടീഷണൽ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, അതുപോലെ ക്ഷമിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം, ഫോർഗിവ്നെസ്. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറയാനുള്ളൊരു മനസ്സ് നിങ്ങൾ നിറയുകയാണ്. ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം നിങ്ങൾ നിറഞ്ഞ് കവിയുകയാണ്. മറ്റുള്ളവരോടൊരു നല്ല പുഞ്ചിരി കൊടുക്കാൻ, കാരുണ്യത്തോടെ പെരുമാറാൻ, സ്നേഹത്തോടെ പെരുമാറാൻ, അങ്ങനെ ഈ സമൂഹം മുഴുവനും സന്തോഷവും ശാന്തിയും പരത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. സാവധാനം ഒരു പുഞ്ചിരിയോടെ കൈകൾ കൂട്ടിത്തിരുമ്പി മുഖത്തെല്ലാം, ആ കണ്ണുകളിലും മുഖത്തും ഷോൾഡറിലൊക്കെ മസാജ് ചെയ്യുക, ചെസ്റ്റിലൊക്കെ മസാജ് ചെയ്യാം. സാവധാനം ലഭിച്ചിരിക്കുന്ന ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ശാന്തിയും ഐശ്വര്യങ്ങളും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്മകൾ നേർന്നുകൊണ്ട് ജോസ് ടച്ചിൽ നിർത്തുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പോയിന്റിൽ സംശയങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ എമർജൻസി ഉള്ള ആളുകൾക്ക് ലെഫ്റ്റ് ചെയ്യാവുന്നതാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ക്ലാസ്സിനെ കുറിച്ചിട്ട്. ഹലോ ചോദിച്ചോളൂ. പ്രവീൺ സാർ ചോദിച്ചോളൂ. മുജീബ് സാർ, ഗുഡ് മോർണിംഗ്, മാജിക് മോർണിംഗ്. ഹലോ സാർ കേൾക്കുന്നില്ലേ? സാർ കേൾക്കുന്നില്ലേ? മജീബ് സാർ പ്രവീണാണ് പയ്യന്നൂർ. കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. മജീബ് സാറ് നന്നായിട്ടുണ്ട്, ക്ലാസ് നന്നായിട്ടുണ്ട്. 4MLA മെമ്പറാണ്. 4MLA മെമ്പറാണ്. ശരി, അതെ അതെ അതെ. നമ്മൾ ആദ്യം മുതലേ ഇല്ലാന്ന്, അതുകൊണ്ട് മജീബ് സാറിന് ഏതായാലും നല്ല അഭിനന്ദനായി. ആദ്യത്തെ ക്ലാസ്സിൽ നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു പ്രവീൺ സാർ. ബാക്കിയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകളോ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കോ അറിയിക്കാം. അതേപോലെ പുതിയ ആളുകൾ, ബീന മാം ആണെന്ന് ശരിക്കും നമുക്ക് പിന്നെ സ്വാഗതം പറയേണ്ടിരുന്നത്. അപ്പൊ ഞാൻ സെൻസായി ഉള്ളത് കൊണ്ട് ബീന മാമിന്റെ പെർമിഷനോട് കൂടി, പക്ഷെ ബീന മാമിന് സെൻസായി ഉള്ളത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വെൽക്കം സ്പീച്ച് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത്. ബീന മാം കേൾക്കുന്നുണ്ടോ? ഹലോ സാർ. ഓക്കെ, ക്ലാസ് കേട്ടോ? എന്താണ് അഭിപ്രായം? എന്താണ്? നല്ല ക്ലാസ് ആയിരുന്നു സാർ. മുജീബ് സാറിന് വളരെ താങ്ക് യു. വിളിക്കുന്ന പ്രതീക്ഷയില്ലല്ലേ? ഇല്ലില്ല സാർ, വിളിക്കുന്ന പ്രതീക്ഷയില്ലായിരുന്നു. അതാണ് പെട്ടെന്ന് എന്താണ് പറയാൻ. താങ്ക് യു ബീന മാം. ഓക്കെ, പിന്നെ കുറച്ച് ആളുകളെ ഒന്ന് നമുക്ക് പരിചയപ്പെടേണ്ട കുറച്ച് ആളുകൾ, പുതുതായിട്ട് വന്ന കുറച്ച് ആളുകൾ, അവർ വിളിക്കുകയാണ്. പറ്റുകയാണെങ്കിൽ സംസാരിക്കാം.
അർഷദ്. ഇന്നത്തെ ക്ലാസിന്റെ ടൈറ്റിൽ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? ഡു യു വാണ്ട് ടു ഓക്കെ. അപ്പോ ഒരാളെ വിളിക്കാണ്. നിഹ. നിഹ കേൾക്കുന്നുണ്ടോ? പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പൊ നിഹ സംസാരിച്ചേ പറ്റുള്ളൂ. നിഹ എന്ന് പറയുന്നത് നിഹ കേൾക്കുന്നുണ്ടോ? അസ്ന. അസ്ന ഹിദായ. അസ്ന ഹിദ എന്ന് പറഞ്ഞ ആളെ കാണുന്നുണ്ടോ? അസ്ന ഹിദ ചെറിയൊരു ഇതുള്ളൂ. ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ഹിദായ സാറുടെ വൈഫാണെന്ന് പറയുന്നത്. അപ്പോ സംസാരിക്കുമായിരിക്കും. അസ്ന ഹിദായ. അസ്ന ഹിദായ കേൾക്കുന്നുണ്ടോ? അസ്ന ഹിദായ തന്നെ പരിചയപ്പെടുന്നില്ല. ഹിദായ സാർ. ഹിദായ സാർ വിളിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. മുകളിലെ തട്ടിലാണ് ഞാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പോ ഹിദായ സാർ വിളിച്ചു കഴിഞ്ഞാൽ വരുമെന്ന് അറിയില്ല. ഓക്കെ. അതേപോലെ ബഷീർക്ക് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് മുജീബ് സാറുടെ ഫാദറിലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഷീർക്ക ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ബഷീർക്ക് ഒന്ന് സംസാരിക്കോ? ബഷീർക്ക് കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ക്ലാസ് കേട്ടു, വളരെ സന്തോഷം. ഓക്കെ. ഇക്കയാണ് പിന്നെ മുജീബ് സാറിന്റെ ഈ മാറ്റത്തിന് കാരണമെന്ന് ക്ലാസ്സിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അദ്ദേഹമാണ് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നത്, നിങ്ങൾ ഈ ഫോറമിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുജീബ് സാർ, ഞാൻ ഉറങ്ങിപ്പോയി, പിന്നെ ഫാദറിലോ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു ബഷീർക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ആള് നല്ല വായിക്കുന്ന ആളാ തോന്നുന്നു, ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് പുസ്തകങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നല്ല വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. എന്ത് തോന്നി ബഷീർ സാർ നിങ്ങൾക്ക്? സന്തോഷം. നന്നായിട്ടുണ്ട് ക്ലാസ്, എല്ലാം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ആ പ്രസന്റേഷൻ കാണുമ്പോൾ നമുക്ക് അറിയാം നല്ല ചെയ്തിട്ടുണ്ട്. റിസൾട്ട് ഉണ്ട്. ഒക്കെ നന്നായിരുന്നു. ഹാർഡ് വർക്കുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോ അത് അറിയിക്കാണ്. താങ്ക് യു ബഷീർ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് പേര് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വോട്ട് ഓഫ് താങ്ക്സ് ആരാണ്? സൽമാ ജംഷീർ. ഓക്കെ. സൽമാ ജംഷീറിനെ ക്ഷണിക്കുന്നു. ഹലോ, മാജിക് മോർണിംഗ് ടു ഓൾ. മാജിക് മോർണിംഗ്. ആദ്യം തന്നെ മുജീബ് സാറിന്റെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം എത്തിയ ഫറൂഖ് സെൻസായ് സാറിനെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം വളരെ നന്നായിട്ട് ഡു യു വാണ്ട് ടു ഗ്രോ ഇൻ യുവർ ലൈഫ് എന്നതിനെ കുറിച്ച് നന്നായി ക്ലാസ് എടുത്തു തന്ന നമ്മുടെ മുജീബ് സാറിനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബി മാജിക് ടീമിന്റെ ഫൗണ്ടറായ സൈഫ് സാറിനെയും അദ്ദേഹത്തിന്റെ കൂടെ ഹിദായത്ത് സാറിനെയും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബി മാജിക് ടീമിലെ എല്ലാ അംഗങ്ങളോടും അതുപോലെ ലീഡേഴ്സിനെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ നമുക്ക് ഇവിടെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ടു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു ഓൾ. അപ്പൊ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട മരങ്ങൾ നടാൻ പറ്റുന്നവർക്ക് നടുക, ഫോട്ടോ അയക്കുക. എല്ലാവരും പരസ്പരം അൺമ്യൂട്ട് ചെയ്തിട്ട് താങ്ക് യു പറഞ്ഞു നമുക്ക് തിരിയാം. Thank you to all. Thank you, Mr. Mujib sir. Thank you to all. Thank you. Thank you, sir.